സൂക്തങ്ങളാണ് നമ്മൾ പുരുഷന്മാരും ആരും എല്ലാവരും വേദപഠിതാക്കളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ വേദം സ്ത്രീകൾ വേദം ചൊല്ലരുത് എന്നുള്ളതിൻ്റെ അർത്ഥം അതിൻ്റെ വേണമെന്നില്ല എന്നുള്ളതിനെ കൂടുതൽ അതിൻ്റെ അർത്ഥം താല്പര്യം മനസ്സിലാവാതെ പറയുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാഞ്ചി പരമാചാര്യരും പറഞ്ഞിട്ടുണ്ട് വേദമതം എന്നൊരു, അത് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൽ പറയുന്നത് വേദം ഇങ്ങനെ എല്ലാവർക്കും കേൾക്കരുത് എന്നൊരു വിശ്വാസം ഉണ്ട്, പക്ഷെ ഞാൻ ആ പക്ഷക്കാരനല്ല എന്ന് മാത്രമല്ല, എല്ലാവരും കേൾക്കണം. മനുഷ്യന്മാർ മാത്രമല്ല, സകല ചരാചരങ്ങളും കേൾക്കേണ്ടതാണ്. പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം കേൾക്കേണ്ടതാണ് വേദ ആലാപനം. അപ്പം പിന്നെ മനുഷ്യന്മാരുടെ കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനോടൊരു റെഫറൻസ്, ബഹുമാനം ഇല്ലാതെ നിസ്സാരമായി തള്ളി ആവുന്ന ഒരവസ്ഥയിൽ അത് കേൾക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. ഇനി വേദസ്വരൂപത്തെ പറ്റി പറയുമ്പോൾ എന്താണ് വേദം, അതിനെപ്പറ്റി പല സന്ദർഭത്തിലും പല ചിന്തകന്മാർ അല്ലെങ്കിൽ പ്രഭാഷകന്മാർ പല സന്ദർഭത്തിനനുസരിച്ച് അല്പം വ്യത്യാസമുള്ളതായിട്ട് കാണാം. ഇപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വേദങ്ങളിലെ അത്ഭുത രഹസ്യങ്ങൾ എല്ലാവർക്കും വിവരിച്ചു കൊടുക്കേണ്ടതാണ്, അറിയിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്ന്. അപ്പോൾ ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വേദസംഹിതകൾ, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്തുകൾ, അതിനോടനുബന്ധിച്ചുണ്ടായ മറ്റ് ഉപനിഷത്തുകൾ പറഞ്ഞു, ഇതിഹാസ പുരാണങ്ങൾ, ഇങ്ങനെ അന്ന് ഋഷീശ്വരന്മാരാൽ ദർശിച്ച എല്ലാ സനാതനധർമ്മം അല്ലെങ്കിൽ ആത്മീയമായ എല്ലാ അറിവുകളും അടങ്ങുന്ന ആ ഒരു ഭാഗത്തെ അറിവ്, വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണല്ലോ, അതിനെ എല്ലാറ്റിനെയും പറയുന്ന ഒരു വാക്കാണ് വേദം ആയിട്ട് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. എന്നാൽ വേദാധ്യായികൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇങ്ങനെ ഈ ചതുർവേദ അധ്യേതാക്കൾ അവർ വേദം എന്ന് പറയുമ്പോൾ ഈ ചതുർവേദങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് ആ വേദശബ്ദത്തിൻ്റെ അർത്ഥം ചിലപ്പോൾ വിപുലീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടി വരും. ഈ വേദസംഹിതകൾ, ഒരു കാലത്തെ വേദസംഹിതകൾ എല്ലാം ഒരുമിച്ചായിരുന്നു, ഒരു മിശ്രിതമായിട്ടായിരുന്നു. പിന്നെ വേദവ്യാസ മഹർഷി, പാരാശരീരനായ വേദവ്യാസ മഹർഷി 4ആയി പകുത്തു. അത് ഭാഗവതത്തിലൊക്കെ എല്ലാം പറയുന്നതാണ്. അതായത് മനുഷ്യരുടെ ഗ്രഹണശക്തിയും ഓർമ്മശക്തിയും എല്ലാം ആയുസ് കുറഞ്ഞു വന്നിറങ്ങിയപ്പോൾ അത് നിലനിർത്താൻ ഓരോ ഭാഗം ഓരോ വിഭാഗക്കാർക്ക്, ഓരോ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെ അധ്യയനം ചെയ്താൽ മതി. എങ്ങനെയാണ് ഇതിൻ്റെ പകുത്തത്, എങ്ങനെയാണ് ഇത് ക്രമീകരിച്ചത് എന്ന് വെച്ചാൽ, ഋഗ്വേദം പ്രധാനമായിട്ട് ഈ യജ്ഞം, യാഗം മുതലായ കാര്യങ്ങളിൽ ഹോതാവ് എന്ന ഒരു അധ്വരിയും അദ്ദേഹത്തിൻ്റെ സഹായികൾ അവർ ചൊല്ലേണ്ടതായ മന്ത്രങ്ങൾ എല്ലാം ആണ് ഈ ഋഗ്വേദത്തിൽ ഉള്ളത്.
പിന്നെ യാഗത്തിൽ അധ്വര്യവും അദ്ദേഹത്തിൻ്റെ സഹായികളും എല്ലാം ചൊല്ലേണ്ട ഭാഗങ്ങൾ ആണ് യജുർവേദമായത്. പിന്നെ ഗാനം ആയിട്ട് ചെയ്യേണ്ട ആ ഭാഗങ്ങൾ, ഗാനരൂപേണ ചെയ്യേണ്ട ഭാഗങ്ങൾ സാമവേദം. പിന്നെ ബ്രഹ്മനായിട്ട് ഇരിക്കേണ്ട ആൾ ചെയ്യേണ്ട മന്ത്രങ്ങൾ അഥർവണം എന്നാണ്. അത് അല്പം മിശ്രിതമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അങ്ങനെയാണ് യാഗത്തിൽ നിന്ന് ഇത് വന്നത്. പിന്നെ സബ്ജക്റ്റ് വൈസ് ഋക്കിൽ അതിൻ്റെ രൂപം പറയുമ്പോൾ ഋഗ്വേദത്തിൽ ഒരു പ്രത്യേക രീതിയിൽ എല്ലാ വേദങ്ങൾക്കും സ്വര വിധാനമുണ്ട്. ഓരോ അക്ഷരം അല്ലെങ്കിൽ ഓരോ ഭാഗം ഇന്നിന്ന രീതിയിൽ ആലപിക്കണം എന്ന നിയമമുണ്ട്. ആ സ്വരവിധാനത്തിനനുസരിച്ചിട്ടും ഈ വിഭാഗം വരേണ്ട ഋഗ്വേദ മന്ത്രങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചെല്ലണം. അത് വളരെ പ്രകടമാകുന്നത് കേരളീയ രീതിയിലാണ്. പിന്നെ യജുർവേദ മന്ത്രങ്ങൾ ഒരു പ്രത്യേക സ്വരവിധാനത്തിൽ വേണം. സാമവേദം സാമഗാന രീതിയിൽ. പിന്നെ അഥർവവേദം അധികം കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അഥർവവേദം വളരെ കുറച്ചാണ് ഈ ഭാരതത്തിൽ ഇപ്പോൾ ഉള്ളത്. അത് ഗോകർണത്തിൽ കുറച്ച് ആൾക്കാർ അത് അധ്യയനം ചെയ്യുന്നുണ്ട്, ഒറീസയിലും ഉണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അത് ചൊല്ലി കേൾക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഈ വേദത്തിൻ്റെ ഈ ക്രമീകരണം. ഋക്ക്, യജുസ്, സാമം, അഥർവം. പിന്നെ അതിൻ്റെ വിഷയം പറ്റി പറയുമ്പോൾ അത് മിശ്രിതാണ്. നമുക്കൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഋഗ്വേദത്തിലെ അധികം സ്തുതികളാണ്. പിന്നെ ചില നാടകീയമായ ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ട്, ഉർവശി, പുരൂരവസ് മുതലായവരെ പോലെ ഉള്ളത്. പിന്നെ കുറേ കോസ്മോളജി, നമ്മുടെ അങ്ങനത്തെ പ്രപഞ്ചത്തെ പറ്റിയിട്ടുള്ള ചർച്ചകൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ അസ്യവാമീയ സൂക്തം. ഈശ്വര സൃഷ്ടി എങ്ങനെ നടന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചില ചർച്ചകൾ. ഏറ്റവും പ്രസിദ്ധമായ നാസദീയ സൂക്തം അതിൽപ്പെട്ടതാണ്. അതുപോലെ പുരുഷ സൂക്തം മുതലായ കാര്യങ്ങൾ അങ്ങനെ. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഋഗ്വേദത്തിലെ ഒരു പരോക്ഷവാദങ്ങളാണ്. അതായത് നേരിട്ടങ്ങോട്ട് പറയില്ല. ഒരു മിസ്റ്റിക് ലാംഗ്വേജ് അത് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഋഗ്വേദത്തിലാണ്. യജുസ്സിലെ യാഗപരമായ കാര്യങ്ങളാണ്, അതിൻ്റെ തത്വങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൻ്റെ സബ്ജക്റ്റ്. സാമവേദത്തിലെ ഈ ഋഗ്വേദത്തിൽ തന്നെ ഉള്ള മന്ത്രങ്ങൾ അതാണ് 70%. അല്ലാതെ കുറച്ചും കൂടി ഉണ്ട്, അതൊരു ഗാനരു രീതിയിൽ വരുന്നു. പിന്നെ അഥർവവേദം ഞാൻ മുഴുവൻ വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല, പക്ഷെ അതിൽ വളരെ ഹൈലി ഫിലോസഫിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് എന്ന് അറിയാം. പിന്നെ ചിലർക്കൊരു ധാരണയുണ്ട്, അതിലൊക്കെ ഒരു ആഭിചാരം അങ്ങനത്തെ ചില ഒരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് അധികം ആൾക്കാർ പഠിക്കാത്തത്. ഞാൻ അറിഞ്ഞത്തോളം അത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങളതിൽ ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും അധികവും അതിൽ തത്വചിന്താപരമായ കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ അറിവ്. പിന്നെ വേദസ്വരൂപത്തെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് ഈ വേദം ഉണ്ടായത് എന്ന് പലരും പലതരത്തിൽ പറയുന്നുള്ളൂ. നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന ഞാനടക്കം പഠിച്ചത് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ സ്കൂളുകളിൽ പഠിക്കുന്നത് അങ്ങനെ ഒരു രീതിയിൽ, ആ രീതിയിൽ എങ്ങനെ അവർ പറയുന്നത് വെച്ചാൽ വേദം എന്ന് പറഞ്ഞാൽ ഒരു ആര്യന്മാർ എന്നൊരു വർഗം ഉണ്ടായിരുന്നു. ആ
പ്രകൃതി ശക്തികളെ കണ്ട് പേടിച്ചിട്ടും അവരുടെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ജാതി പ്രാർത്ഥനകൾ ആണ് എന്ന രീതിയിലാണ് ഞാൻ ആദ്യം നമ്മൾ പലരും സ്കൂളുകൾ എനിക്ക് ഓർമ്മയുണ്ട് 7ാം ക്ലാസ്സിൽ ഈ രീതിയിലാണ് ഞാൻ ആദ്യം വായിച്ചത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെ ഒരു ഷോക്ക് പോലെ തോന്നി. അതൊരു വളരെ അപരിഷ്കൃതമായ ചില കൃതികളാണ് എന്നുള്ള രീതിയിലാണ്. അത് കണ്ട് പേടിച്ചിട്ടും പ്രകൃതി ശക്തികളെ കണ്ട് പേടിച്ചിട്ടും ശത്രുക്കളെ ആയിട്ട് വിജയം ലഭിക്കാനും ഒക്കെ കൂടി ഉണ്ടാക്കിയ ചില പ്രാർത്ഥനകളാണ്. ഒരു സെമി നോമാഡിക് എന്നൊക്കെയാണ് അതിനുള്ളൊരു എന്തോ ഒരു മലയാള വാക്ക് ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അത് അവരുടെ ഉത്ഭവം കുറച്ച് മധ്യപൗരസ്ത്യ ദേശമാണ്. ഏതൊരു ചില പ്രദേശങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവിടുന്ന് അവർ ഇവിടെ ഭാരതത്തിൽ വന്നിട്ട് അപ്പോഴും ഇവിടെ വന്നിട്ടും ഉണ്ടായിട്ടുള്ള ഇതേപോലെയുള്ള ചില പ്രാർത്ഥനകളാണ് എന്നാണ്. പക്ഷേ ഇതെനിക്കൊരു ഷോക്കായി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വേദം പഠിക്കുന്നതിൻ്റെ മുൻപ് തന്നെ അല്പം സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ വളരെ ഗംഭീരമായ രീതിയിലാണ് അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പല ആസ്പെക്റ്റുകളിലും ആധുനിക കവിതകളോ സാഹിത്യത്തെക്കാട്ടിലും ഉയർന്ന തലത്തിലാണ് അതിൻ്റെ നിർമ്മിതി. അതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാവില്ലെങ്കിലും അതിൻ്റെ നിർമ്മിതി വളരെ അത്ഭുതകരമായ രീതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും കൂടി റിക്കൺസൈൽ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ എന്നാൽ ഇതിലെന്താ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആ അർത്ഥം മനസ്സിലാവാൻ വിഷമമാണ്. അതിലെ ഉപയോഗിച്ച പദങ്ങൾ വളരെ ഇന്നത്തെ കാലത്ത് ആരും ഉപയോഗിക്കാത്ത പദങ്ങളാണ്. അതിൻ്റെ രീതി, അതിൻ്റെ പ്രതിപാദന രീതിയും വളരെ മനസ്സിലാക്കാൻ വിഷമമുള്ള രീതിയിലാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം? പക്ഷേ നമ്മളുടെ പാരമ്പര്യത്തിൽ വേദം എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു ബഹുമാനം. അത് അങ്ങനെയാണല്ലോ നമ്മുടെ രീതിയിൽ. വേദോഖിലോ ധർമ്മ മൂലം ഈശ്വരദത്താണ് എന്നൊക്കെയാണല്ലോ. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് റീകൺസൈൽ ചെയ്യുക എന്നുള്ളൊരു നമ്മുടെ മനസ്സിലൊരു സംശയം വന്നു. പിന്നെയാണ് അതിനെപ്പറ്റി കൂടുതൽ വായിക്കണം എന്ന് തോന്നി. അപ്പോൾ വേദത്തെപ്പറ്റി എങ്ങനെയാണ് വേദത്തിൻ്റെ ഉത്ഭവം എന്ന് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ പറയണത് എന്ന് വെച്ചാൽ, മഹാഭാരതത്തിൽ ഈ വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പോൾ ഒരു പ്രപഞ്ച സൃഷ്ടി കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ നിദ്രാവസ്ഥയിൽ അല്ലെങ്കിൽ വിശ്രമാവസ്ഥയിൽ ആ സൃഷ്ടിയെ തന്നിലേക്ക് തന്നെ ഈശ്വരൻ ഉൾപ്പെടുത്തിയിട്ട് രണ്ടാമത് സൃഷ്ടി വരുമ്പോൾ, പുനഃസൃഷ്ടി വരുമ്പോൾ, ആ സൃഷ്ടിയാരംഭത്തിൽ ബ്രഹ്മാവാണല്ലോ സൃഷ്ടി ചെയ്യുന്നത്. ആ ബ്രഹ്മാവിനെ എങ്ങനെ സൃഷ്ടി നടത്തണം എന്നുള്ള അറിവ് മുഴുവൻ കൊടുക്കുന്നത് വേദങ്ങളിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ സൃഷ്ടി പ്രളയം എന്നിങ്ങനെ പല സൈക്കിളിലായിട്ട് ഇങ്ങനെ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ അറിവ്? ഈ സൃഷ്ടി എങ്ങനെ ചെയ്യണം എന്നുള്ള അറിവ് വേദത്തിലാണ്. അപ്പം അത് എപ്പോഴും നവം പറയാൻ പറ്റില്ല. അതായത് ആ അറിവ് പിന്നെയും വീണ്ടും ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ, അത് ഭാഗവതത്തിൽ പറയുന്നതാണതുകൊണ്ട് ഏതൊരു ശ്ലോകത്തിൽ ഹൃദയത്തിൽ അത് കൊടുക്കുകയാണ് ഈ വേദം. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ വേദം എന്ന് പറയുന്നതും നമ്മളിപ്പോൾ കേൾക്കാൻ പറ്റുന്നതും തമ്മിൽ വളരെ ബന്ധപ്പെട്ടതാണെങ്കിലും അത് അതേപോലെ തന്നെയല്ല. വേദത്തിന് 4 സ്റ്റേജുകളിൽ കൂടിയാണ് വേദം വരണത് എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ആദ്യം സൃഷ്ടിയുടെ ആരംഭത്തിൽ അത് ഈ അറിവ്, വേദത്തിലുള്ള അറിവ്, അത് ആധുനിക
ശാസ്ത്രത്തിൽ പറയുമ്പോൾ സൗണ്ട് വൈബ്രേഷൻ ആയിട്ട് വരുന്നു. വാക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ശബ്ദമുണ്ട്. വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പ്രകാരം പറയേണ്ട വാക്ക് ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പദം അല്ലെങ്കിൽ ഒരു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളൊക്കെ സാധാരണ ഇതിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത്. പക്ഷേ വാക്ക് എന്ന് പറയുമ്പോൾ ഈ സന്ദർഭത്തിൽ സൗണ്ട് വൈബ്രേഷനാണ്. സൃഷ്ടി ആരംഭത്തിൽ വരുന്ന സൗണ്ട് വൈബ്രേഷൻ. അങ്ങനെയാണ് ഒരു വാക്കുകൾ. ഇപ്പോഴത്തെ നമ്മൾ പറയുന്ന വാക്കുകളൊന്നുമില്ലാതെ എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ജാതി ഒരു ഇൻസ്പിരേഷൻ, അതാണ് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ വരുന്നത്. അതിന് ചില വാക്കൊക്കെ ഉണ്ട്. പരാവാക്ക്, ആർക്കും സെൻസ് ചെയ്യാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതാണ് പരാവാക്ക്. 4 അവസ്ഥകളുണ്ടെന്നാണ് പറയുന്നത്. പര എന്ന് കഴിഞ്ഞ് പശ്യന്തി എന്ന് പറഞ്ഞാൽ അതിന് തന്ത്രശാസ്ത്രത്തിലൊക്കെ പറയുമ്പോൾ അതിന് ആദ്യത്തേന് നാദം എന്ന് പറയും. ആർക്കും കേൾക്കാൻ പറ്റാത്ത, എന്നാൽ അവിടെ ആ സൃഷ്ടിയാരംഭം തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന സ്പന്ദനം എന്ന് പറയട്ടെ, വൈബ്രേഷൻ. അത് കഴിഞ്ഞ് പശ്യന്തി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അത് സെൻസ് ചെയ്യാൻ പറ്റും. അതും സാധാരണ മനുഷ്യർമാർക്ക് പറ്റില്ല. പിന്നെ വരുന്നത് പരാപശ്യന്തി മധ്യമ. അങ്ങനെ അവസാനം വരുന്നത് ആണ് വൈഖരി. നമ്മളിപ്പോൾ കേൾക്കുന്ന ഓരോ മനുഷ്യരുടെയും അല്ലെങ്കിൽ ആലാപകൻ്റെയും മുഖത്തിൽ നിന്ന് വരുന്ന ശബ്ദം വൈഖരിയാണ്. അത് ചില അതാത് കാലത്തെ ചില വാക്കുകൾ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ധ്യാനിക്കുന്നവർക്കും മഹർഷിമാർക്കും മാത്രമേ ഈ പരാവാക്കും പശ്യന്തി വാക്കും മധ്യമവാക്കും കേൾക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് കേട്ടിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ മനുഷ്യൻ്റേതായ ഈ വാഗീന്ദ്രിയം ഉണ്ടല്ലോ, നമ്മുടെ മുഖം, അതിൻ്റെ അവയവങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഭാഗമുണ്ടല്ലോ, അതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം, അതിനെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അത് മാത്രമേ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ, കേൾക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേ ആ ഒറിജിനൽ, അതിൻ്റെ ആ 3 അവസ്ഥകളിൽ അത്രയും വലിയ ഋഷീശ്വരന്മാർക്ക് ഒക്കെ അവർക്ക് അതിങ്ങനെ അവയർനെസ്, അതിനെ പറ്റിയൊരു ബോധം വരും. അതാണ് അത് ഋഗ്വേദത്തിൽ തന്നെ പറയേണ്ടത്. ചത്വാരി വാ പരിമിത പദാനി താനി വിദുർബ്രാഹ്മണായേ മനീഷിണ ഗുഹാത്രീണി നിഹിതാനേ ഗയന്തി തുരീയം വാചോ മനുഷ്യാ വദന്തി. അപ്പോൾ വാച പദാനി ചത്വാരി പരിമിതാനി. വാക്കിൻ്റെ സ്ഥാനം, പദം എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നൊരർത്ഥമുണ്ട്. അത് 4ആയിട്ട് പരിമിതങ്ങളാണ്. അങ്ങനെയാണ് നമുക്ക് ക്രമീകരിക്കാം. താനി വിദുർ ബ്രാഹ്മണ യേ മനീഷിണ. അത് ബ്രഹ്മജ്ഞാനികളും യോഗികൾക്കും അതെല്ലാം അറിയാം. ഈ 4 സ്ഥാനങ്ങളും അറിയാം. ഗുഹാ ത്രീണി ഗുഹായാം. അതിൽ 3 എണ്ണം. പശ്യന്തി മധ്യമ, അത് ഒളിപ്പിച്ചു വെച്ചതാണ്. ഗുഹായാം നിഹിതം ഗുഹായാം. തുരീയം വാച മനുഷ്യാവദന്തി. ആ 4ാമത്തെ സ്റ്റേജിലെത്തുമ്പോഴുള്ള ആ വാക്കാണ് മനുഷ്യന്മാരെന്ന് മാത്രമല്ല സകല പക്ഷിമൃഗാദികളും പറയാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റും. സാധാരണ ആൾക്കാർക്ക് അർത്ഥം അവർക്ക് കേൾക്കാൻ പറ്റുന്നതും ഉച്ചരിക്കാൻ പറ്റുന്നതും ആയ ആ വൈഖരിയാണ് നമ്മളിപ്പോൾ എല്ലാവരും ഞങ്ങളെ പോലുള്ളവരെ വേദാധ്യായികളും വേദാധ്യാപകന്മാരും ചെയ്യുന്ന വൈഖരി വാക്കാണ്. പക്ഷെ അതിൻ്റെ ഒറിജിൻ എല്ലാം ആ ജഗൽ സൃഷ്ടിക്ക് ഉണ്ടായ ആ പരാവാക്കാണ്. അത് ഋഗ്വേദത്തിൽ പറയുന്നു. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടതാണ്. അതിന് കാരണമാണ് ഈ മന്ത്രങ്ങൾക്ക് ശക്തി വരുന്നത്.
ഇതന്നെ ഇതിപ്പോൾ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ഇനി മഹാഭാരതത്തിൽ പറയുന്നുണ്ട് വേറൊരു രീതിയിൽ, അനാദി നിധന നിത്യ വാഗുൽസൃഷ്ട സ്വയംഭുവ ആദൗ വേദമയീ ദിവ്യ യത സർവാ പ്രവൃത്തയ. അനാദി നിധന, ആദിയും നിധനവും ഇല്ലാത്ത, മുമ്പ് പറഞ്ഞതാണല്ലോ, വേദം എല്ലായ്പ്പോഴും ഉള്ളതാണ്. വാഗുൽസൃഷ്ട സ്വയംഭുവ, ജഗൽ സൃഷ്ടാവിനാൽ ആ ആ വാക്കിനെ ഉത്സർജിച്ചു, ഉണ്ടാക്കി. ആദവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ തുടക്കത്തിലാണ് ഉണ്ടായത്. വേദമയി, വേദസ്വരൂപമായിട്ടുള്ള. ദിവ്യ എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഒറിജിൻ, ഈശ്വരനിൽ നിന്ന് ആണ് അതിൻ്റെ ഉത്ഭവം. യഥ സർവാ പ്രവൃത്തയ, ഈ കാരണം എല്ലാ പ്രവൃത്തികളും, അതായത് ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഈ വേദത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഇനി ഒരു രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതാണ്ട് ഡിറ്റോ ആയിട്ടെന്ന് പറയട്ടെ, ഈ ആശയം തന്നെ പലപ്പോഴും ഈ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ട് മറ്റുള്ള തത്വചിന്തകളിൽ അല്ലെങ്കിൽ റിവലേഷനിലും വരുന്നുണ്ട്. അപ്പോൾ അത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ബൈബിളിലുണ്ട് ഒരു ഭാഗം, ഒരു സെയിൻറ്റ് പറയുന്ന കാര്യമാണ്. ഇൻ ദ ബിഗിനിങ് ദർ വാസ് വേർഡ് എന്നുള്ളതിൻ്റെ W ഈ വാക്ക് എന്നുള്ള ആ പ്രത്യേക സാങ്കേതിക അർത്ഥത്തിൽ. അപ്പോൾ ഇൻ ദ ബിഗിനിങ് ദർ വാസ് വേർഡ്, സൃഷ്ടിയാരംഭത്തിൽ ബിഗിനിങ് തന്നെയാണ് പറയണം. ആദോ ഈ വാക്കുണ്ടായിരുന്നു. വേർഡ് വാസ് വിത്ത് ദ ഗോഡ്, ഈ വാക്ക് എന്നുള്ളത് ഈശ്വരനിൽ ആയിരുന്നു. അതന്നെ വരുന്നുണ്ട് നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ വേറെ കാലത്ത്. ആദു എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ. യഥാ സർവാ പ്രവൃത്തയ, ഏതിൽ നിന്നാണോ എല്ലാ ആക്ടിവിറ്റീസും, അതും ആ ബൈബിൾ വചനത്തിൽ എവിടെ ഒരിക്കലുണ്ട്. there is nothing but word എന്നുള്ള, ലോകത്തിൽ ഈ വേർഡ് എന്നല്ലാതെ ഒരു വസ്തു ഇല്ല എന്ന് ആ ഒരു റിവലേഷനിലും വരുന്നുണ്ട്. എങ്ങനെയാ വന്നതെന്നറിയില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോയതാണോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നതാണോ, എന്തായാലും അതേപോലെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ വേദത്തിൻ്റെ മാഹാത്മ്യം, പ്രാധാന്യം, വേദത്തിൻ്റെ ശക്തി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈശ്വരനിൽ നിന്ന് നേരിട്ട് വന്നതാണ്. ഉപനിഷത്തുകൾ പറയുമ്പോൾ ഈശ്വരൻ്റെ ശ്വാസോച്ഛ്വാസമാണ് വേദം. തസ്യ നിശ്വാസ ഋഗ്വേദോ യജുർവേദ സാമവേദ അഥർവവേദശ്ച. പിന്നെ ഇതിഹാസ പുരാണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതിഹാസ പുരാണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള വേദങ്ങളിലെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അറിവും എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതേപോലെ അതുപോലെ ഒരു ഉദാഹരണം കൂടി പറയാം. യസ്യ നിശ്വസിതം വേദ യോ വേദേഭ്യോഖിലം ജഗൽ നിർമ്മമേ തമഹം വന്ദേ വിദ്യാതീർത്ഥ മഹേശ്വരം. അപ്പോൾ ഈശ്വരൻ്റെ ശ്വാസോച്ഛ്വാസമാണ് വേദം. യോ വേദേഭ്യ അഖിലം ജഗൽ നിർമ്മമേ, ഈ വേദത്തിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. അപ്പോൾ ഈ കാണുന്ന ഈ വിളക്കും ഈ കസേരയും മറ്റെല്ലാ കാര്യങ്ങളും വേദത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു എനർജിയാണ്, ഒരു സൗണ്ട് വൈബ്രേഷൻ എന്ന് പറയാം. അത് സൗണ്ട് മാത്രമല്ല, നമ്മൾ പറയാവുന്ന സൗണ്ട് മാത്രമല്ല, പ്രണവം ആണ് അതിൻ്റെ ഉത്ഭവം.
പ്രണവരൂപേണ ആണ് ആദ്യം അത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുക. ആ പ്രണവത്തിൽ നിന്നാണ് ഈ ലോക സൃഷ്ടി മുഴുവൻ എന്ന് പല ആൾക്കാരും പല രീതിയിലും പറയാറുണ്ട്, പല സന്ദർഭങ്ങളിലും പറയാറുണ്ട്. അപ്പോൾ ഈ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ധ്യാനാവസ്ഥയിൽ ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ പ്രണവം എന്നുള്ള ആ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. എല്ലാ ശബ്ദങ്ങളുടെയും ഒരു ടോട്ടാലിറ്റി പ്രണവം ആയിട്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുക എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് പ്രണവ ഈ വേദങ്ങളുടെ ഉത്ഭവം. പിന്നെ അതുകൊണ്ട് ഈ മന്ത്രങ്ങൾക്ക് വലിയ ശക്തിയാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനം ജഗൽ സൃഷ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഏറ്റവും നാലാമത്തെ സ്റ്റേജിലത്തെ കാര്യമാണ് നമ്മൾ വൈഖരിയായിട്ട് ഉച്ചരിക്കുന്നത്, ആ ലാസ്റ്റ് സ്റ്റേജാണ്. എന്നിരുന്നാൽ തന്നെ ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ആ ശക്തി ആ ഒറിജിനൽ ശക്തിയോടായിട്ട് ബന്ധപ്പെടുന്നു. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങൾക്കും വേദമന്ത്രങ്ങൾ വേദസൂക്തങ്ങൾ ജപിക്കുന്നത്. പലർക്കും അതിൻ്റെ അനുഭവങ്ങൾ വരുന്നു, നമുക്ക് ഉദ്ദിഷ്ട ഫലങ്ങൾ ലഭിക്കുന്നു. ഈ വേദമന്ത്രങ്ങൾ അതിൻ്റെ ആ ഒരു ഭാവനയോടുകൂടി അത് വിവേകാനന്ദ സ്വാമികളും പറയുന്നുണ്ട്, വേദമന്ത്രങ്ങൾ വെറും സ്തുതികൾ മാത്രമല്ല, ഭാവനയോടുകൂടി അത് ആലപിക്കുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവോടുകൂടിയ ശബ്ദങ്ങളാണ് വേദമന്ത്രങ്ങൾ എന്ന് വേറൊരു സന്ദർഭത്തിൽ വിവേകാനന്ദ സാഹിത്യ സർവ്വത്തിൽ കാണാം. അതുകൊണ്ടാണ് ഓരോ നമുക്ക് ഉദ്ദിഷ്ട ഫലം ലഭിക്കാൻ ഈ വേദമന്ത്രങ്ങൾ ഉപയോഗിക്കാം എന്ന് പറയുന്നത്. വേദം എന്നുള്ളത് അറിവാണല്ലോ, അതിൻ്റെ ഒരു നിർവചനം തന്നെ അങ്ങനെയാണ്. ഇഷ്ടപ്രാപ്ത്യർത്ഥം അനിഷ്ട നിവാരണാർത്ഥം അലൗകികം ഉപായം വേദയതി ഇതി വേദസ്യ വേദത്വം എന്നൊരു വാക്യമുണ്ട്. നമുക്കൊരു കാര്യം നമ്മൾ ഇച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യം നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അനിഷ്ട നിവാരണം, ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം നമുക്ക് സംഭവിക്കുമ്പോൾ അതിനെ അകറ്റണം. ഇഷ്ടപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ധനസമ്പാദനാവാം, അല്ലെങ്കിൽ വിവാഹ സൗഭാഗ്യലബ്ധിയാവാം. അനിഷ്ട നിവാരണം എന്ന് പറഞ്ഞാൽ രോഗ ദാരിദ്ര്യാദി അനിഷ്ടങ്ങളെ അകറ്റലാവാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പല ജാതി ഉപായങ്ങളുണ്ടാവും. ലൗകികമായ ഉപായം ഉണ്ടാവുമല്ലോ. ഒരു അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് പോവാം, വൈദ്യരുടെ അടുത്ത് പോവാം. അല്ലെങ്കിൽ ദാരിദ്ര്യം നിവാരണാർത്ഥാണെങ്കിൽ ഈ നല്ല നല്ല ജോലിക്ക് ശ്രമിക്കാം, അല്ലെങ്കിൽ ലോട്ടറി വാങ്ങിച്ചു നോക്കാം. അങ്ങനെ പല കാര്യം വഴികൾ, അതൊക്കെ ഭൗതിക ഉപായങ്ങളാണ്. അലൗകികം ഉപായം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ടുള്ള വഴികൾ. ഇപ്പോൾ രോഗം നിവാരണാർത്ഥം എന്ന് പറഞ്ഞാൽ രോഗശമന മന്ത്രമുണ്ട്. വിവാഹം ലബ്ധിക്കാണെങ്കിൽ വിവാഹസൂക്തം കൊണ്ട് അതിനുള്ള ചില വിധിപ്രകാരം ഹോമങ്ങളാവാം, ജപങ്ങളാവാം, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊക്കെ മന്ത്രങ്ങൾ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ അറിയിച്ചു തരുന്ന അറിയിച്ചു തരുന്നതാണ് വേദം. അതുകൊണ്ട് വേദസ്യ വേദത്വം. അറിവ് എന്നുള്ള അർത്ഥത്തിൽ പല നിർവചനങ്ങളുണ്ട്, അതിലൊന്ന് പറഞ്ഞു മാത്രം. ഇനി ഋഗ്വേദത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഋഗ്വേദ മന്ത്രങ്ങൾ
ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി ശൗനക മഹർഷി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതാണ് ഋഗ്വിധാനം. ഋഗ്വിധാനത്തിൽ പല ആവശ്യങ്ങൾക്കും പല മന്ത്രങ്ങളും ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട്. കുറേ മന്ത്രങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതൊരു എക്സോസ്റ്റീവാന്ന് പറയാൻ പറ്റില്ല, കുറേ തന്നിട്ടുണ്ടെന്ന് മാത്രം. അതല്ലാത്തതും നമ്മുടെ ഇടയിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ ഈ ഫലവും സിദ്ധിച്ചിട്ടുണ്ട്. മന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് ഫലസിദ്ധി ലഭിച്ചിട്ടുള്ള പല പുരാണ കഥകൾ മാത്രമല്ല ഇപ്പോഴും നടക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇതൊരു മാത്തമാറ്റിക്കൽ ഫോർമുല പോലെ സംഭവിക്കണില്ല. അതായത് ഇന്ന മന്ത്രം ജപിച്ചോളൂ ഇന്ന റിസൾട്ട് വരും എന്ന് പറയുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും അത് അതേപോലെ ഇങ്ങോട്ട് വന്നു കൊള്ളുന്നില്ല. എന്നാൽ പല സന്ദർഭങ്ങളിലും അത് നാടകീയമായ രീതിയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് അത് സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്താണ് അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ ഭൗതിക രീതിയിൽ ലൗകിക ഉപായങ്ങളിലും നമുക്ക് ധാരാളം അനുഭവമുണ്ട്. നിങ്ങൾ നല്ലോണം പഠിച്ചോളൂ, നിങ്ങൾ നല്ല പാസ്സാവും, നിങ്ങൾ നല്ല ജോലി കിട്ടും എന്ന് ഭൗതികമായി പറയുമ്പോൾ നല്ലോണം പഠിക്കാനിരുന്നാൽ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ആളുടെ ബുദ്ധിശക്തിയുടെ പ്രകാരം പാസ്സായി എന്ന് ചിലപ്പോൾ എല്ലായ്പ്പോഴും വന്നൊന്നും വരില്ല. ഒരു പക്ഷേ മോർ ദാൻ 50% അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. നല്ല പാസ്സായാൽ എല്ലാവർക്കും ജോലി കിട്ടി വരില്ല. അപ്പോൾ ഭൗതിക ഉപായങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് 100% കിട്ടുന്നില്ല. ഈ രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഡോക്ടറുണ്ട്, ഇന്ന അസുഖമുണ്ട്, ഇന്ന ഡോക്ടറുടെ അടുത്ത് പോയിക്കോളൂ, അയാൾ എല്ലാം ചികിത്സിച്ച് മാറ്റാൻ കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞാലും അവിടെ ചെന്നാൽ എല്ലാറ്റിലും നടക്കണമെന്നില്ല, 100% ഒന്നും നടക്കുന്നില്ല. കുറേ ആൾക്കാർക്ക് ഉണ്ടാവും, അത് നാടകീയമായിട്ടുണ്ടാവും. അപ്പോൾ അതായത് ഈശ്വരനെ അറിയാം ഏതാണ് ഈ ജീവന് ഇന്നിന്ന കാര്യങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടതാണ്, അതാണ് അയാൾക്ക് ശ്രേയസ് എന്ന് ഈശ്വരൻ അറിയാം. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചാലും നമുക്കതല്ല നമ്മുടെ അൾട്ടിമേറ്റ് ഇതിന് ഉപയോഗം എന്ന് വെച്ചാൽ ഈശ്വരൻ അയാളങ്ങനെ കുറച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പറയും. പക്ഷേ അത് വേണമെന്നില്ല. അത് ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് ചോദിച്ചു, അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഒരു സെയിൻ്റ് ഉണ്ടായിരുന്നു വടക്കേ ഇന്ത്യയിൽ, നീം കരോളി ബാബ. അധികം കാലമായിട്ടില്ല മരിച്ചിട്ട്, ഒരു 40-30 കൊല്ലമായിട്ടുള്ള തോന്നുന്നു. അപ്പോൾ അദ്ദേഹം വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചില അസുഖം മാറ്റുക, അങ്ങനെ പലതും ചെയ്തിട്ടുള്ള ആളാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളുണ്ട്, ഒപ്പം അദ്ദേഹത്തിൻ്റെ ആരാധകനായിട്ടൊരാളുണ്ടായിരുന്നു. 12-13 കൊല്ലം ആയിട്ട് താമസിക്കുകയാണ്. അദ്ദേഹത്തിന് ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. ചില അസുഖങ്ങളുണ്ട്, പിന്നെ കുടുംബത്തൊക്കെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്നു, എന്തൊക്കെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് അപ്പോൾ താമസം. ഇദ്ദേഹത്തിൻ്റെ ആരാധകനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അങ്ങയുടെ അടുത്ത് അങ്ങ് പല ആൾക്കാരുടെയും പല വിഷമങ്ങളും തീർത്ത് കൊടുക്കുന്ന ആളാണല്ലോ, ഇദ്ദേഹം വെച്ചാൽ അദ്ദേഹം ഞങ്ങളുടെ വളരെ അങ്ങാണ് സർവസ്വം എന്ന് പറഞ്ഞാൽ അതിനെ ആശ്രയിച്ചിട്ടുള്ള ആളാണ്. 12 കൊല്ലമായി 13 കൊല്ലമായി. അങ്ങേക്ക് ഒരു ദേഹം കാണിച്ചുകൂടെ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോന്നാണ് ആവശ്യം. ഇയാൾ എൻ്റെ കൂടെ കൂടിയിട്ടുള്ളത്, അയാൾക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല ഈ വക കാര്യങ്ങൾ, അസുഖമുണ്ട്, അതുകൊണ്ട് അയാൾ എൻ്റെ അടുത്തിരിക്കുന്നത് അയാൾക്ക് മോക്ഷം വേണം, മുക്തി വേണം വെച്ചിട്ടുള്ളതാണ്. ആ മുക്തി അയാൾക്ക് കൊടുക്കണമെങ്കിൽ അയാൾക്ക് ചില കാര്യങ്ങൾ അനുഭവിച്ച് തീർക്കാനുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് അയാളുടെ ഈ ദുരനുഭവങ്ങളെ മാറ്റി തീർത്താൽ അയാളുടെ കാര്യം നടക്കില്ല. ഇപ്പോഴല്ലെങ്കിൽ വേറൊരു സമയത്ത് അയാൾക്കത് അനുഭവിച്ച് തീർന്നാലേ, കുറച്ചെങ്കിലും അനുഭവിച്ച് തീർന്നാലേ അയാൾക്ക് മുക്തി കിട്ടുള്ളൂ. അയാൾക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട്
ഇയാൾ കുറച്ചു കാലം ഇങ്ങനെ ഇരുന്നാൽ പിന്നെ അയാളുടെ പ്രശ്നം മുഴുവൻ തീരും, അയാൾക്ക് മുക്തി ലഭിക്കും. അതുകൊണ്ട് അയാൾക്കത് വേണ്ട. മറ്റേ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇങ്ങനെയല്ല കഥ. അവർക്ക് ഇത് സഹിക്കാനുള്ള കഴിവില്ല, ഈ തത്വം ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. അപ്പോൾ അവർക്ക് താൽക്കാലികമായിട്ട് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അത് കണ്ടിട്ട് ഇയാൾക്കത് കൊടുക്കൊണ്ട് ആണ് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ വക ഉപായങ്ങൾ, ദൈവികമായ ഉപായങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പലർക്കും അത് അനുഭവമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ചിലർ നമുക്ക് തന്നെ പരിചയമുണ്ട്, ഈ വക കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ, തന്ത്രികളാവാം അല്ലെങ്കിൽ അതുപോലെ പൂജക്കാരാവാം. അവർ ഈ ജ്യോതിഷക്കാരാണ് എന്ന് പറയാം, ഇന്നാൾക്ക് ഇന്ന ദോഷമുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ ചെയ്താൽ അയാളുടെ പ്രശ്നം തീർന്ന എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ പ്രശ്നം തീർന്നു. എന്നാൽ ഈ പറഞ്ഞ ആൾക്ക് തന്നെ ഇത് പ്രശ്നം തീർത്ത ഈ ഡോക്ടർക്ക് സ്വന്തം രോഗം ചികിത്സിച്ച് ചിലപ്പോൾ ഭേദമാക്കാൻ പറ്റില്ല എന്നുള്ള പോലെ തന്നെ ഈ ആൾക്കാർക്ക്, ഈ വ്യക്തിക്ക് ഉള്ള ചില വിഷമങ്ങൾ അയാൾക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. എനിക്ക് തന്നെ അറിയാവുന്ന പല കേസുകളുണ്ട്. ഒരാൾക്ക് ഒരു തന്ത്രിക്ക് സന്താന സൗഭാഗ്യമില്ല, പക്ഷെ അദ്ദേഹം വേറെ പലർക്കും പൂജകളൊക്കെ ചെയ്തിട്ട് ആ സൗഭാഗ്യം അദ്ദേഹത്തിൻ്റെ ക്രിയകളെ കൊണ്ട് പല കാര്യങ്ങളും കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ മന്ത്രത്തിൻ്റെ എനിക്ക് തന്നെ ചിലപ്പോൾ ഒരു സംശയം വരാറുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു സ്കെപ്റ്റിക്, ഇതൊക്കെ ശരിയാണോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ കാര്യം നടക്കുന്നത് ശരിയാണോ എന്ന് ഒരു സംശയം വരും. ഞാൻ എൻ്റെ ഒന്നോ രണ്ടോ അനുഭവം പറയാം. ഒരു ദിക്കിൽ ചെന്നപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറുണ്ട് കേരളത്തിൽ. ആളെയും പറയേണ്ട കുഴപ്പമൊന്നുമില്ല, കാരണം അദ്ദേഹത്തിന് ഇത് ഒരു കുഴപ്പമില്ല. തിരുവേഗപ്പുറ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആയുർവേദ നഴ്സിംഗ് ഹോം നടക്കുന്ന ഡോക്ടർ ദേവൻ, നരിപ്പറമ്പ് ദേവൻ. ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ തലവേദന, സഹിക്കാൻ വയ്യാത്ത തലവേദന. അങ്ങോട്ട് ആ റൂമിൽ പോവും, ഈ റൂമിൽ പോവും. ഇത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഇരിക്കപ്പുറതില്ലായ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പോവും. അങ്ങനെ ഇരിക്കുമ്പോൾ, അതായത് അപ്പം ഞാൻ വിചാരിച്ചു ഇദ്ദേഹം മറ്റുള്ളവരുടെ അസുഖങ്ങളൊക്കെ മാറ്റുന്ന ആളാണ്, തലവേദനയും വയറുവേദനയും മറ്റുള്ള കാര്യങ്ങളും. ഇദ്ദേഹത്തിന് അത് പറ്റുന്നില്ലല്ലോ ഇദ്ദേഹത്തിൻ്റെ എന്നുള്ളൊരു ഞാൻ ഉള്ളിൽ വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ വസിയേട്ട, ആ യക്ഷ്മനാശന സൂക്തം ഒന്ന് പ്രയോഗിക്കൂ, എനിക്ക് സഹിക്കണില്ല തലവേദന എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്ന് പരിങ്ങില്ലായി. യക്ഷ്മനാശന സൂക്തം ഒന്നാമത് ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് ഫലപ്രദമാണെന്ന്. അത് ഉണ്ടാകുമായിരിക്കാം, പക്ഷേ എന്നെപ്പോലേക്കുള്ള ഒരാൾ അനുഷ്ഠാനം ഒരു 100% ചെയ്യാത്ത ആളാണ് ഞാൻ. അതായത് അത് വേണ്ട പോലെ എന്നെ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. തപസ്വികളായിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്താൽ ഫലിക്കും, അത് ശരിയാണ്. പക്ഷേ ഞാനാണെച്ചാൽ ഇന്നിപ്പോൾ അവിടെ വന്നു, കുളത്തിൽ കുളിക്കുന്നുണ്ടായില്ല, കുളിമുറിയിൽ കുളിച്ചു. വൈകുന്നേര സമയമാണ്, ഒരു 7:30-8 മണി. സന്ധ്യാവന്ദനം ചെയ്തു. പിന്നെ രണ്ടാമത് പഴയ വസ്ത്രങ്ങളിൽ, അതായത് ഞാൻ യാത്ര ചെയ്തു വന്ന യാത്രാവസ്ത്രമൊക്കെ ആയിട്ട് ഇരിച്ചില്ലാണ്. അപ്പോൾ ശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ മഹാപരിങ്ങല എന്താ വേണ്ട വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്തു, നമുക്ക് നഷ്ടമൊന്നുമില്ലാത്ത കാര്യമാണല്ലോ, എന്തായാലും. പിന്നെ അഥവാ ഈ സാധാരണ മരുന്നുകളെയൊക്കെ പോലെ ഒരു മരുന്നൊക്കെ കൊടുത്താൽ 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞാലാണോ ഇതിൻ്റെ ഇഫക്റ്റ് വരിക, പെട്ടെന്നുണ്ടാവില്ല. അതേപോലെ ഇപ്പം ഞാനിപ്പോൾ ഈ പ്രയോഗമൊക്കെ ചെയ്താൽ ഞാൻ രാവിലെ പോവും. ഇനി ഇതിപ്പോൾ നടന്നില്ലെങ്കിൽ അതില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച് പറയുന്നുണ്ടാവില്ല, ഒന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ശരി ഒരു പരീക്ഷണം. അതായത് ഞാൻ പരിപൂർണ വിശ്വാസത്തോടു കൂടിയല്ല അർത്ഥം. അവിടെ കിടക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം കിടന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വലിയ വിശ്വാസമാണ്. അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമാണ്. അദ്ദേഹം അവിടെ കിടന്നു. അപ്പം ഞാൻ ഇങ്ങനെ നെറ്റിയമ്പിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട്
അക്ഷീഭ്യാന്തേ നാസികാഭ്യാം, അതാണ് മന്ത്രം, സൂക്തം. 3 തവണ ചൊല്ലി, സ്വരത്തോടു കൂടി ചൊല്ലി. അപ്പോൾ രണ്ടാമത്തെ തവണ ചെല്ലുമ്പോൾ തുടങ്ങിയപ്പോൾ എനിക്കൊരു സെൻസേഷൻ. ഞാൻ നെറ്റിങ്ങനെ തൊട്ടാണല്ലോ, ഈ ദേഹത്തിൻ്റെ തലേന്ന് ഒരു ചൂടിങ്ങനെ അരിച്ചരിച്ച് വന്ന് എൻ്റെ കൈ കൂടെ അന്തരീക്ഷത്തിലിങ്ങനെ പോകണ പോലെ ഒരു സെൻസേഷൻ. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സെൻസേഷനാണ്. ഒരു 15 സെക്കൻഡ് വരെ ഉണ്ടായുള്ളൂ. മുഴുവൻ ചൊല്ലുക പറഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് ഉണ്ടായി. അതിൻ്റെ മധ്യേ രണ്ടാമത്തെ ചൊല്ലിയിട്ട് കുറച്ച് ചെന്നപ്പോഴാണ് ഇത് ഉണ്ടായത്. ഇത് എന്താ തോന്നി, ഒരു സാധനം ഇങ്ങനെ പോയി എന്നുള്ള കാര്യം സെൻസേഷൻ കിട്ടി. 3 തവണ തന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇത് വലിയ ശക്തിയുള്ള മന്ത്രമാണ്, എൻ്റെ തലവേദന മുഴുവൻ പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടെ എണീറ്റു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതായത് ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഓൺലൈൻ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ അതായത് തത്സമയ റിസൾട്ട് അങ്ങനെ ഒരു തവണ എനിക്ക് ഉണ്ടായി. അപ്പോഴാണ് ഇത് എൻ്റെ വിശ്വാസമില്ലെങ്കിലും മന്ത്രത്തിൻ്റെ ശക്തി ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അന്നാണ് ഒരു ആശയം വന്നത്. ഇതേപോലെ വേറെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ചിലരൊക്കെ പറയും പിറ്റന്നാൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പറയും ഇന്ന അനുഭവം ഉണ്ടായി. ചിലരൊന്നും പറയില്ല, അവർക്ക് തന്നെ അനുഭവം വന്നാൽ ഉണ്ടാവാത്തതുകൊണ്ടോ അതും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടോ ആവശ്യമില്ല. ഈ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ എനിക്കത് മുഴുവൻ പറയാൻ പറ്റില്ല. ഇതിപ്പോൾ അത് നാച്ചുറൽ പ്രോസസ്സ് പോയതാണോ അതോ ഇതിൻ്റെ, പക്ഷേ ഈ ഒരൊറ്റ സംഭവം നമുക്ക് പറയാം. അതായത് തത്സമയ റിസൾട്ട് വന്നു എന്നുള്ളത്. അങ്ങനെ അതാണ് എൻ്റെ അനുഭവം എന്ന് പറയട്ടെ. അങ്ങനെ ഈ പലർക്കും ഈ വേദമന്ത്രങ്ങളെ കൊണ്ട് അതാണ് ഈ പബ്ലിക്കിന് ഈ എല്ലാവർക്കും വേണമെന്നല്ല, എന്തെങ്കിലും വിഷമമുള്ളവർക്കേ ആവശ്യമുള്ളൂ ഈ വക കാര്യങ്ങൾ, ഈ വക അപ്ലിക്കേഷൻ, ഈ മന്ത്രങ്ങളെ കൊണ്ടുള്ള ഉപയോഗം ഏതെങ്കിലും തരത്തിലുള്ളൊരു വിഷമമുള്ളവർക്കാണ് സാധാരണ ഭൗതിക കാര്യങ്ങളിൽ. പിന്നെ ആധ്യാത്മിക രീതിയിൽ നമുക്ക് മുക്തി കിട്ടണം എന്നുള്ള രീതിയിലാണെന്ന് വെച്ചാൽ ഈ വേദജപം ഉണ്ട്. ഉദാഹരണത്തിന് വേദാക്ഷരാണി യാവന്തി പഠിതാനി ദ്വിജാതിഭി, വിഷ്ണുധർമ്മോത്തരത്തിലാണ് താവന്തി ഹരിനാമാനി കീർത്തിദാനി ന സംശയ. അപ്പോൾ അഗ്നിമേളെ പുരോഹിതൻ യജ്ഞസ് ദേവമൃത്യുജം ഹോതാരം രത്നധാതമം എന്നുള്ള 24 അക്ഷരങ്ങൾ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അത് 24 ഹരിനാമങ്ങൾ ചൊല്ലിയ ഫലം കിട്ടുന്ന വിഷ്ണുധർമ്മോത്തരത്തിലുള്ള അതെ. അപ്പോൾ അതാണ് ഈ വേദമന്ത്രങ്ങൾക്കുള്ള ഒരു പ്രാധാന്യം. ഒരു തവണ കടവല്ലൂർ അന്യോന്യത്തിന് പോയപ്പോൾ, അന്ന് ഞാൻ ജോലി ചെയ്യണ കാലമായിരുന്നു, കടവല്ലൂർ അന്യോന്യത്തിന് പോയപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വന്ന് ചോദിച്ചു, ഈ നമ്പൂതിരിമാർ ഇവിടെ ഇങ്ങനെ കുറേ അമ്പലത്തിലിരുന്ന് കുറച്ച് വേദം ചൊല്ലി ഭക്ഷണം കഴിച്ചു, ദക്ഷിണ വാങ്ങി പോയി, ഇതുകൊണ്ട് പൊതുജനങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു ഗുണം ചോദിച്ചു. എന്താ പറയുക ഗുണം പറയാ ആലോചിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞതനുസരിച്ച് ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിതമായ ആ ദേവൻ അഥവാ ദേവിക്ക് അനുഗ്രഹ ശക്തി വർദ്ധിപ്പിക്കാനാണ് ഉള്ള ഉപാധിയിൽപ്പെട്ട ഒന്നാണ് വേദജപം എന്ന് ആണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചൊല്ലിയാൽ നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇഷ്ടപ്രാപ്തി അനിഷ്ടപ്രാപ്തി നിവാരണത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഈശ്വരന് അത് അനുഗ്രഹിച്ച് നൽകാനുള്ള ശക്തി ഉണ്ടാവുന്നത് ഈ വേദമന്ത്രങ്ങൾ കൊണ്ട് ഉണ്ടാവും എന്ന് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ആചാര്യ തപസ ആമ്നായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്ര വൃദ്ധിസ്തു ജായത എന്ന് തോന്നുന്നു. അതായത് ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചധ, ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമായ മൂർത്തിയുടെ കഴിവ് ഈ ഭക്തന്മാരെ അനുഗ്രഹിക്കാനുള്ള നിഗ്രഹാനുഗ്രഹ ശക്തി വർദ്ധിക്കുന്നത് 5 തരത്തിലാണെന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ആചാര്യ തപസ,
അവിടുത്തെ ആ തന്ത്രി എത്രയും അനുഷ്ഠാനമൊക്കെ ചെയ്ത് അവിടെ വന്ന് പൂജയ്ക്ക് വേണ്ട പോലെ ചെയ്യുന്നു. അത് ഒരു ഘടകമാണ്. അത് കേമായാൽ ക്ഷേത്രത്തിന് വൃദ്ധി ഉണ്ടാവും. ആംനായ ജപേന, അതാണ് രണ്ടാമത് പറയുന്നതാണ്. അത് ആംനായ എന്ന് പറഞ്ഞാൽ വേദം. അപ്പോൾ വേദജപം കൊണ്ട് അതിൻ്റെ ക്ഷേത്രവൃദ്ധി ഉണ്ടാവും എന്നാണ് ശക്തി. പിന്നെ ഉത്സവേന, ഓരോരോ ക്ഷേത്രത്തിലും അവരുടേതായിട്ടുള്ളൊരു ഉത്സവ വിധിയൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ചെയ്യുക. അന്നദാനേന, പിന്നെ അവിടെ വരുന്ന ആൾക്കാർക്ക്, ഭക്തന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, അന്നദാനം. ഇങ്ങനെ 5 കൊണ്ടാണ്, 5 ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചകാരി, ഇങ്ങനെ 5 കാര്യങ്ങളെ കൊണ്ടാണ് അത് കൂടുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഒന്നാണ് ആംനായ ജപം. പിന്നെ ഈ ആംനായ ജപം അങ്ങനെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിന് പല ആസ്പെക്റ്റ് ഉണ്ട്. ഞാൻ അപ്പം തോന്നിയത് പറയുക എന്നുള്ളേ ഉള്ളൂ. മുഴുവൻ പറയാൻ സമയം ഉണ്ടാവില്ല. എന്നാലും ഇതൊക്കെ ചില അനുഭവത്തിലുള്ള കാര്യങ്ങളാകൊണ്ട് പറയുന്നു മാത്രം. വേദത്തിലൊരു ഭാഗമുണ്ട്, സാനോ മന്ത്രേ, സാരസ്വതത്തിലാണ്. സാനോ മന്ത്രേഷമൂർജന്തുഹാനാധേനുർവാഗസ്മാനുപസുഷ്ടുതൈതു. ധേനു വാഗ്, എല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് കറന്ന് കിട്ടാവുന്ന ഒരു പശു പോലെയാണ് വേദവാക്ക് എന്ന് പറയുന്നത്. സാനോ മന്ത്ര, നമുക്ക് മതിപ്പിക്കുന്നത്, സന്തോഷം തരുന്നത്. ഇഷമൂർജം ദുഹാന, ഊർജത്തെ പ്രദാനം ചെയ്യുന്നതാണ് വേദവാക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എന്താ, എനിക്ക് എൻ്റെ അർത്ഥം മനസ്സിലായില്ല. എന്താ ഈ സന്തോഷം പകരുന്നത്, എന്താ ഈ ഊർജത്തെ തരുന്നത്, ഇതൊന്നും മന്ത്രത്തിൽ പറയണ്ട്, ഇങ്ങനെ പറയണ്ട്. പക്ഷെ അതിൻ്റെ അങ്ങനെ ഒരു എന്താണ് കാര്യം മനസ്സിലായില്ല. പക്ഷെ 2 സന്ദർഭങ്ങളിൽ ഇത് ഒരു അനുഭവം ഉണ്ടായത് എന്താ വെച്ചാൽ, ഞാൻ പറയില്ല മുൻപ്, ഇപ്പോൾ എല്ലാവർക്കും വേദം താല്പര്യമുള്ളവർക്കൊക്കെ കേൾക്കാം. മിക്കവാറും ഒരു 90% വേദം നമ്മൾ നന്നായി ഒരാളോ അല്ലെങ്കിൽ 4 ആളോ കൂടി സ്വരത്തോടു കൂടി എല്ലാവർക്കും കേൾക്കാൻ ചെല്ലുമ്പോൾ റിയാക്ഷൻ ഇതാണ്. കാരണം ഇവിടെ വരുന്നവരെല്ലാവരും അത് താല്പര്യമുള്ളവരാവുമല്ലോ. അതുകൊണ്ടൊരു ആനന്ദം ഉണ്ടാവേണ്ടത് പറയേണ്ടവർ. അർത്ഥമൊന്നും മനസ്സിലായിട്ടല്ല, പക്ഷെ ആ ശബ്ദത്തിൻ്റെതായിട്ടുള്ള ഒരു വൈബ്രേഷൻ, പല രീതിയിലാണ് അവർ പറയുക. ഒരു വൈബ്രേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ഒരു എനർജി വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളാണ്. ഒരു ദിവസം കായംകുളത്ത് ഒരു ക്ഷേത്രത്തിൽ 5 ദിവസം വേദജപം ഉണ്ടായിരുന്നു. അപ്പോൾ 5 ദിവസം ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാൻ അവിടുത്തെ അധികാരിയോട് പറഞ്ഞു, വേണമെങ്കിൽ ഒരു കുറച്ച് സ്വരത്തിലാവാം, അപ്പോൾ മൈക്കൊക്കെ വെച്ചിട്ടാവാം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ വഴിക്ക് നടക്കുമ്പോൾ അവിടുത്തെ ഈ ഒരു നാദസ്വരം തബലയ്ക്ക് ഉള്ള ആൾക്കാരുണ്ട്. ആ നാദസ്വരക്കാരൻ പറയണ, ഇവിടെ ഇങ്ങനെ ആ വേദജപം കഴിഞ്ഞിങ്ങനെ ഇതിങ്ങനെ മൈക്കിൽ കുറച്ചേരം കേട്ടപ്പോഴൊക്കെ ഒരു എനർജി വന്ന പോലെ അല്ലേ പറയണ്ടേ. അപ്പം മറ്റുള്ള എനിക്കും തോന്നി അങ്ങനെ എന്നൊക്കെ പറയണ്ടേ. അപ്പോഴാണ് പറയുന്നത്, അപ്പം എനിക്ക് മനസ്സിലായോ, ഇത് ചെല്ലുന്നത് കൊണ്ട് മറ്റുള്ളവരിൽ എന്തൊക്കെയോ ഒരു ബെനിഫിഷ്യൽ ഇഫക്റ്റ് വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അത് ഒന്ന്. ഇതേപോലെ തന്നെ വേറൊരു അനുഭവം, അങ്ങനെ പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ 1-2 പറയുമെന്നുള്ളൂ. ഒരു തവണ ഒരു തൃശ്ശൂർ തെക്കേമഠത്തിൽ വെച്ചൊരു സെമിനാർ നടക്കുകയാണ്. അപ്പോൾ ആ സെമിനാർ നടക്കുമ്പോൾ ഒരു ഇറ്റലിക്കാരൻ അവിടെ വന്നിട്ടുണ്ട്. ആ ഇറ്റലിക്കാരൻ വന്നിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ വടക്കേമഠത്തിൽ വേദപാഠശാലയിൽ ത്രിസന്ധ നടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, if you want you can listen for some time, something is going on, some Veda chanting is going on എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ നിന്നു ഒരു 5 മിനിറ്റ് നേരം നിന്നു. What is this? I am getting energized. See, my hairs are standing. I feel as if I slept for 3 hours. അത്രയും റിലാക്സേഷൻ വന്നു. അപ്പോൾ അങ്ങനെ ചിലർക്ക് സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക്, എല്ലാവർക്കും പറ്റുന്നല്ല, എല്ലാവരിലും അതിൻ്റെ ഇഫക്റ്റ് വരുന്നുണ്ടാവും. പക്ഷേ
സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അത് വേഗം മനസ്സിലാവും. ഒരു ഉദാഹരണം പറയാം. ഈ സെൻസിറ്റിവിറ്റിയെ പറ്റി പറയുമ്പോൾ ഇത് സ്വരത്തോടു കൂടി ഒന്നും അല്ലാതെ ഒരു പുതുതായിട്ട് ഉപനയിച്ചൊരു ഉണ്ണി. അപ്പോൾ അയാൾക്കൊരു അനുഭവമാണ്. എനിക്കുണ്ടായില്ല. അവിടെ എന്നെ ഉപനയിക്കുമ്പോൾ എനിക്കുണ്ടായില്ല. ഞാൻ ഒന്നുകിൽ എനിക്ക് സംഭവിക്കുന്നുണ്ടാവും, പക്ഷെ ഞാനതിന് സെൻസിറ്റീവ് ആവില്ല. ഈ ആൾ പറയണ ഞാൻ എന്നെ ഉപനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണേ, ഒന്നും അർത്ഥം അറിയാതെ എന്തൊക്കെയോ എല്ലാ ക്രിയകൾ നടക്കുമ്പോൾ ഞാൻ ഗായത്രി ജപിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എനർജി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായത്. 9-10 വയസ്സായുള്ള കുട്ടിയാണ്. ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമല്ല. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു കൊല്ലം തന്നെ ആവാം ഉപനിച്ചിരിക്കാം എന്നുള്ള അയാളെ ഉണ്ണി ഇങ്ങോട്ട് പറയണം. മറ്റ് സാധാരണ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, വേഗം കഴിച്ചു പോവാം എന്നുള്ള. അപ്പോൾ അങ്ങനെ ചില സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അതിപ്പോൾ ഈ വേദമന്ത്രങ്ങളുടെ അർത്ഥം അറിയണമെന്നില്ല, അത് ബ്രാഹ്മണനാവണമെന്നില്ല, മദാമ്മമാരാവാം അല്ലെങ്കിൽ മറ്റവരാവാം, ഒന്നും അറിയാത്ത ആൾക്കാർക്കും ഇതിൻ്റെ ഒരു ഇഫക്റ്റ് വരുന്നുണ്ടെന്നുള്ള ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ വേദം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഈ ആധുനിക കാലത്ത് പലർക്കും അനുഭവമുള്ള കാര്യമാണ്. അപ്പോഴാണ് ഇതിനൊക്കെ ഒരർത്ഥം ഉണ്ട്. ഈ വേദ മന്ത്രങ്ങളുടെ ഒറിജിൻ പറഞ്ഞല്ലോ ആദ്യത്തെ അതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ചില ഇഫക്റ്റ് ഉണ്ടായെന്ന് മനസ്സിലായത്. സമയം കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഇനി വേറൊരു വിഷയം, ഇതിനോടനുബന്ധിച്ച് തന്നെ കുറേ വിഷയങ്ങൾ. വേദത്തിൽ ഒരു ചോദ്യമുണ്ട്. വേദം പലരും പറയാറുള്ള കാര്യമാണ്, വേദത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റും, എല്ലാവരോടും പറയണം അർത്ഥം, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം എന്ന് പറയാറുണ്ട്. ഞാൻ അത്യാവശ്യം അല്പം സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ട്, വേദം മുഴുവൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ വേദത്തിലെ എല്ലാ ഭാഗങ്ങളൊന്നും അർത്ഥമൊന്നും മനസ്സിലാവില്ല. ചില ഭാഗങ്ങൾ ഇദ്ദേഹം നേരം എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്, ആലമ്പള്ളി. ഇദ്ദേഹം ഈ പറഞ്ഞ കൂടുതൽ ഈ വേദം കേൾക്കാനും പഠിക്കാനും ആസ്വദിക്കണ ഒരു ഉദാഹരണമാണ്. ഞാൻ പറയില്ലേ, ഈ സെൻസിറ്റിവിറ്റി ഉള്ള ആളാണ് ഇദ്ദേഹം. ഇത്ര വയസ്സായാലും ഇപ്പോഴും നാട്ടിൽ വരുമ്പോൾ 3-4 ദിവസം എൻ്റെ ഇല്ലത്ത് വന്നിട്ട് വേദമന്ത്രങ്ങൾ സ്വരത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു എക്സാമ്പിളാണ് അതിൻ്റെ. അതുപോലെ പല എക്സാമ്പിളുള്ള ഒരാളാണ്. അപ്പോൾ ഈ പ്രായത്തും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന സൂക്തം ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ സൂക്തം പഠിക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അത് കിട്ടും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന വേദത്തിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഇങ്ങനെ ഉരുട്ടുകൊണ്ട് കാര്യമില്ല. അത് എല്ലാവർക്കും അർത്ഥം പറഞ്ഞു കൊടുക്കണം എന്നൊരു അഭിപ്രായം ഇതുണ്ട്. പലരും പറയാറുണ്ട്, കാര്യം പറയുമ്പോൾ ശരിയല്ലേ എന്നെനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അർത്ഥം മനസ്സിലാവാതെ ഇങ്ങനെ ചൊല്ലിയാൽ എന്തായിട്ട് ഗുണം? അപ്പോൾ അതിനുള്ള കുറേ ഈ പറഞ്ഞ അനുഭവങ്ങളെ കൊണ്ട് അർത്ഥം മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് ഈ പറഞ്ഞ ഉദാഹരണങ്ങളെ കൊണ്ട് ആയി. ഇനി അർത്ഥം പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആണ് വിചാരിക്കുക. അർത്ഥം ആലോചിച്ച് നോക്കിയാൽ ശരിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുള്ളൂ, എന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അതെന്താ കാരണം? അത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാരണം എന്നുള്ളത്. വേദാഹം ബ്രഹ്മാത്മ വിഷയ ത്രികാണ്ഡ വിഷയ ഇമേ. എന്താണ്? അത് ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ. ജൂൺ
എന്തുകൊണ്ടാണ് ഈ വേദത്തിൻ്റെ അർത്ഥം നമുക്ക്, പ്രത്യേകിച്ചും ഋഗ്വേദത്തിൻ്റെ അർത്ഥം ഇത് അങ്ങനെ പറയാൻ പറ്റാത്തത് എന്നുള്ളത് അനന്തം എന്നാണ് വേദ ബ്രഹ്മ ത്രികാണ്ഡ വിഷയ ഇമേ വേദ ബ്രഹ്മാത്മ വിഷയ ത്രികാണ്ഡ വിഷയ ഇമേ പരോക്ഷവാദ ഋഷയ പരോക്ഷം മമ ച പ്രിയം. അപ്പോൾ വേദത്തിൽ ത്രികാണ്ഡം 3 വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനെ വ്യാഖ്യാനിക്കാനുള്ളത് കർമ്മം, ജ്ഞാനം, ഭക്തി എന്നുള്ള വ്യാഖ്യാനമാണെന്ന് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ കർമ്മം, അപ്പോൾ യാഗം, അതാണ് കർമ്മങ്ങളായിട്ട് പറയാറുള്ളത്. അപ്പോൾ ആൾക്കാരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ സംഹിതാഭാഗം, പ്രത്യേകിച്ചും ഋഗ്വേദമൊക്കെ കുറേ യാഗം, യജ്ഞം ഇതിന് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഇതിൻ്റെ വിഷയമുള്ളൂ. അല്ലാതെ വലിയ എന്താ പറയുക ഡീപ്പായിട്ടുള്ള അഗാധമായുള്ള തത്വചിന്തകളൊന്നും ഇല്ല. കുറേ യാഗം ചെയ്യാനുള്ള എങ്ങനെയാണ് ചെയ്യണത്, ഒരു യജുർവേദത്തിലൊക്കെ അതിൻ്റെ ക്രിയകളും പറയുന്നുണ്ട്. എങ്ങനെ കുറേ യാഗങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം, അതിൻ്റെ മന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ എന്താ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പുത്രാദി ധനധാന്യാദികൾ ഇതൊക്കെ കിട്ടാനുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെയാണ് ഇതിൽ വിഷയം. അല്ലാതെ ഈ ജ്ഞാനം കാര്യമായിട്ടുള്ള വിഷയങ്ങൾ ഉപനിഷത്തുകളിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനത്ര പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ചിലർക്കുണ്ട്. പക്ഷേ ഭാഗവതത്തിൽ പറയുന്നത് വേദങ്ങളൊക്കെ ബ്രഹ്മം, ആത്മാവ് ഇതൊക്കെയാണ് സബ്ജക്റ്റ്. ഈ കർമ്മകാണ്ഡവും അതിൻ്റെ വരുന്നുണ്ട്, ജ്ഞാനകാണ്ഡവും വരുന്നുണ്ട്, പിന്നെ ഭക്തിയിലാണ് ഈ നമ്മുടെ ഈ ആലാപനം, വേദ ജപമൊക്കെ വരുന്നത്. പരോക്ഷവാദ ഋഷയ പരോക്ഷം മമ ച പ്രിയം. നേരിട്ട് പറയാത്ത ഒരു രീതിയിലാണ് അതിലെ പ്രതിപാദന രീതി. പരോക്ഷം മമ ച പ്രിയം, എനിക്കും അതായത് ഭഗവാനും ആ രീതിയിൽ തന്നെയാണ് ഇഷ്ടം. ഉദാഹരണം ഏതാണ്? ഉദാഹരണം വെച്ചാൽ ഋഗ്വേദത്തിലാണ് പറയുന്നത്. ദ്വാസുപർണ സൈജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതയെ തയോരന്യ പിപ്പലം സ്വാദ്വത്തി അനശ്മൻ അന്യോ അഭിചാകശീതി. അതിന് ആ എന്താ വാച്യാർത്ഥം നോക്കിയാൽ യാതൊരു ഒരു ഫിലോസഫി, തത്വചിന്തയും ആത്മചിന്തയും ഇല്ല. എൻ്റെ വാക്കെന്താ? 2 പക്ഷികൾ സയുജ്യം ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച സഖായ രണ്ടാളും കോഓപ്പറേറ്റീവായി കൊണ്ട് സമാനം വൃക്ഷം ഒരു മരത്തിൽ തന്നെ ഇരിക്കുന്നു, പറ്റി പിടിച്ചിരിക്കുന്നു. 2 പക്ഷികൾ ഒരുമിച്ച് ഇങ്ങനെ അന്യോന്യം കണ്ടാൽ ഒരുപോലെ തന്നെയാണ് അവർ അന്യോന്യം സഹായിച്ചുകൊണ്ട് ഇരിക്കുന്നു. തയോരന്യ, അതിലൊരുത്തൻ അതിൻ്റെ ആ മരത്തിൻ്റെ കായൊക്കെ തിന്നുന്നുണ്ട്, മറ്റാളത് തിന്നൊന്നുമില്ല, നോക്കാതിരിക്കണുള്ളൂ. ഇതാണ് മന്ത്രം. അപ്പോൾ ഇതെന്താ കണ്ടെന്ന് വെച്ചാൽ ഏതോ ഒരാൾ ഇപ്പോൾ ഈ മറ്റേ ഇതിൻ്റെ മുമ്പ് പറഞ്ഞ ആര്യന്മാർ, ദ്രാവിഡന്മാരെന്നൊക്കെ പറഞ്ഞ ആ തിയറിക്കാരോ വിചാരിക്കുമ്പോൾ ആര്യന്മാരിങ്ങോട്ട് വരുമ്പോൾ ഒരു മരം കണ്ടു, ആ മരത്തിലുള്ള 2 പക്ഷികൾ കണ്ടു, ആ പക്ഷികളിൽ ഒരുത്തൻ തിന്നണം, മറ്റാൾ തിന്നാതിരിക്കണം കണ്ടു, അത്ഭുതമായി. എന്നിട്ടുണ്ടാക്കിയ ഒരു ട്രിക്കാണെന്ന് പറയാം. പക്ഷെ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ശാങ്കര ഭാഷയൊക്കെ വരുമ്പോഴാണ്. ഈ 2 പക്ഷികൾ എന്നുള്ളത് ജീവാത്മാവും പരമാത്മാവും ആണ്. സമാനം വൃക്ഷം എന്നുള്ളത് വ്യഷ്ടി രൂപത്തിൽ പറയുമ്പോൾ ഈ ദേഹം, പിന്നെ സമഷ്ടി രൂപത്തിലുള്ള ഈ പ്രപഞ്ചം തന്നെ. അത് ഒരാൾ ജീവാത്മാവ് ഈ അതൊക്കെ അതിൻ്റെ ഫലങ്ങളൊക്കെ, ലോകത്തിലുള്ള ഫലങ്ങളൊക്കെ ആസ്വദിക്കുന്നു, പരമാത്മാവ് അതിന് സാക്ഷിയായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം എന്ന് ഈ അറിവുള്ളവരുടെ ഇത് കിട്ടുമ്പോഴാണ് മനസ്സിലാവുക. വേറൊരു ഋക്കുണ്ട്, ഋഗ്വേദത്തിലാണ് ചത്വാരി ശൃംഗ. അത് കണ്ടിട്ടാണ് ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞത്, ഈ വേദത്തിലൊന്നും ഒന്നും കാര്യമൊന്നുമില്ല, അതിലൊക്കെ ഒരു നോൺസെൻസൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് പറയണ ഒരു ഋക്കാണത്.
ചത്വാരി ശൃംഗ ത്രയോ അസ്യ പാദ ദ്വേ ശീർഷേ സപ്തഹസ്താസോ അസ്യ ത്രിധാ ബദ്ധോ വൃഷഭോ രോരവീതി മഹോദേവോ മർത്യാൻ ആയുവേശ എന്നാണ് ഋക്ക്. അത് ഭാഗവതത്തിലത് പിന്നെ ഈ വ്യാഖ്യാനിച്ച് പറഞ്ഞു കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട്. അത് അപ്പോൾ അത് അയാൾ ഇത് എഴുതിയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും വലിയ വലിയ അർത്ഥമൊന്നും ഇതിൽ നോക്കണ്ട. അത് കൺഫ്യൂഷനായിട്ടുള്ള ഒരു ശ്ലോകമാണ്. കാരണം ഈ ആര്യന്മാരിങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ എഴുതിയിട്ടുള്ളതാണ്, ആ പുസ്തകത്തിൽ കാണാം. ഇങ്ങോട്ട് വരുമ്പോൾ എവിടെ ഒരു ദിക്കിൽ വന്നപ്പോൾ ഏതോ ഒരു മൃഗം ഇങ്ങോട്ട് അവരുടെ ഇടയിലിങ്ങോട്ട് വന്നു. ആ മൃഗത്തിനെ ശരിക്കും മുഴുവൻ കാണാൻ പറ്റില്ല. ഒന്നുകിൽ എന്നിട്ട് ആ കാണാൻ പറ്റാത്ത ആൾക്കാർ എഴുതിയൊരു ശ്ലോകം വലിയ ഋക്ക്, അല്ലെങ്കിൽ അവർ പറഞ്ഞ് കേട്ടിട്ട് അവരുടെ പിൻഗാമികളുള്ള എഴുതിയിട്ടുള്ള ശ്ലോകമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ എന്താ പറയണത് വെച്ചാൽ ചത്വാരി ശൃംഗ എന്ന് പറഞ്ഞാൽ 4 കൊമ്പുള്ള ഒരു സാധനം. വൃഷഭ എന്നാണ് പിന്നീട് വരണേ. വൃഷഭം എന്ന് പറഞ്ഞാൽ കാള എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ ലൗകികം. അപ്പോൾ ഒരു കാള 4 കൊമ്പുണ്ട്. ത്രയോ അസ്യ പാദ 3 കാലുകളുണ്ട്. ഇതിന് ദ്വേ ശീർഷ 2 തലയുണ്ട്. സപ്തഹസ്തഹസോ അസ്യ 7 കൈകളാണ്. ത്രിധാബദ്ധ അതായത് അദ്ദേഹം വ്യാഖ്യാനിച്ചില്ല എങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലായില്ല. ത്രിധാബദ്ധ എന്ന് പറഞ്ഞാൽ 3 തരത്തിൽ കെട്ടപ്പെട്ട ആണ്. വൃഷഭ കാള, രോരവീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. മുക്ര എന്നൊക്കെ പറയില്ലേ. മഹോദേവോ മർത്യാൻ ആവിവേശ മനുഷ്യന്മാരുടെ ഇടയിൽ അങ്ങനെ ചാടി വീണു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു മൃഗം വന്ന് ഇതാണ് എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഭാഗവതമൊക്കെ ചെയ്യുന്നവർക്ക് ഓർമ്മവരുണ്ടാവും. എന്താ ഒരു ഇല്ലേ, അതെന്താ എനിക്ക് ഓർമ്മയില്ല ശ്ലോകം. അതിലിതൊക്കെ എന്താണ് ഈ 4 ശൃംഗങ്ങൾ, എന്താണ് ഈ 3 കാലുകൾ, എന്താണ് 2 തലകൾ, എന്താണ് 7 കൈകൾ, എന്താണ് ഈ ത്രിധാബദ്ധ മഹോദേവോ മർത്യാൻ ആയുവേശാണെന്നൊക്കെ എന്താണെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഈ പരോക്ഷവാദമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് കൂടുതലും ഋഗ്വേദത്തിലാണ് വരണത്. പരോക്ഷവാദം കൊണ്ട് ചിലത് കേൾക്കുമ്പോൾ പല നോൺസെൻസാണെന്ന് തോന്നും. ചിലത് അർത്ഥം പറയാൻ വിഷമമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഭഗവാൻ തന്നെ അദ്ദേഹത്തിനോട് പറയണത്, ഉദ്ധവരോട് പറയണത് കിം വിധത്തെ കിം ആചഷ്ടയെ കിം അനോദ്യ വികൽപ്പയൽ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നുള്ള കാര്യം. ഇത്യസ്യ ഹൃദയം ലോകെ ഇതിൻ്റെ ആ ഹാർട്ട് ഓഫ് ദ മാറ്റർ നാന്യോ മദ്വേദ കശ്ചന മതന്യ കശ്ചന നവേദ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ ഇതിൻ്റെ താല്പര്യം ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വിഷമമായിട്ടുള്ളതാണ് അതിൻ്റെ പ്രതിപാദന രീതി. അതിൻ്റെ ആ ഒരു ലെവലിലെത്തിയിട്ട് അതിന് അധികാരികൾ മാത്രം വേദം എന്നുള്ള രീതിയിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് അതറിയാന്ന് വെച്ചാൽ ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയെ. ഈ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കഥാരൂപേണയും ആയിട്ടൊക്കെ ഇത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്നാണ് സാമാന്യ ജനങ്ങൾക്ക് വേദത്തിൽ കാര്യങ്ങൾ അറിയാൻ പറ്റുക എന്ന് വിചാരിച്ച്. അപ്പോൾ വേദത്തിൻ്റെ ഉപയോഗം ഇതാണ്. സാത്വിക ജനങ്ങൾക്ക്, ആവശ്യക്കാർക്ക് നമ്മുടെ ഇഷ്ടപ്രാപ്തി അനിഷ്ട നിവാരണാർത്ഥമുള്ള പല വിഷയങ്ങളും ചെയ്യാൻ അതിൽ വിധിച്ചിട്ടുണ്ട്. അത് അർത്ഥം അറിഞ്ഞായാൽ നന്നായി, എന്തെങ്കിലും അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഫലം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അധികം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ഈ പല ജാതി വഴിപാടുകളും പല സൂക്തജങ്ങളും നടക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ കേരളീയ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. പഠിക്കുമ്പോൾ അതിൻ്റെ സ്വരം ഒക്കെ വളരെ സ്പഷ്ടമായിട്ട് ഹ്രസ്വം ദീർഘം മുതലായ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും ഋഗ്വേദത്തിൻ്റെ ആലാപന രീതിയിൽ ഋഗ്വേദത്തിലാണ് ആ ടെക്സ്റ്റ് വളരെ പ്യുവറായിട്ട് വളരെ പരിശുദ്ധമായിട്ട് യാതൊരു മാറ്റവും വരാതെ
ഉണ്ടാവാതിരിക്കണം. അക്ഷരങ്ങളും അതിൻ്റെ ദീർഘം, ഹ്രസ്വം, സ്വരം, അതായത് ഉദാത്തം, അനുദാത്തം, സ്വരിതം, പ്രചയം മുതലായ എല്ലാ കാര്യങ്ങളും അതേപോലെ നിൽക്കണം എന്നുള്ള നിഷ്കർഷ കേരളീയ രീതിയിലുള്ള ഋഗ്വേദാലാപനത്തിലാണ്. അത് പലരും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരള രീതിയിലുള്ളതെന്ന് വെച്ചാൽ ഈ മുദ്രകളെ കൊണ്ട് ഈ മന്ത്രം മുഴുവൻ പഠിച്ച ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഈ പദപാഠത്തിന് ഓരോ മുദ്രകളുണ്ട്. ഉദാഹരണത്തിന് തൽസവിതുർ വരണ്യം ഭർഗോ ദേവസ്യ ധീമഹി, അതായത് അതിൻ്റെ അക്ഷരം എവിടെ പദം മുറിക്കണം, ഹ്രസ്വാണോ അത് ഉദാത്താണോ, പിന്നെ അതിൻ്റെ അവസാനം തകാരം ആണെന്ന് ഇങ്ങനെയാണ് കാണിക്കുക. തകാരം ഈ രണ്ട് ഇത് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ അതിൻ്റെ സ്വരത്തിൻ്റെ അനുസരിച്ച് ഉദാത്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാണിക്കും, അനുദാത്താണെന്ന് വെച്ചാൽ ഇങ്ങനെ. അപ്പോൾ ഈ എത്ര അക്ഷരം കഴിഞ്ഞാലാണ് പദം മുറിക്കേണ്ടത്, ആ പദം മുറിക്കുമ്പോൾ അതിൻ്റെ അവസാനം എങ്ങനെ ഇരിക്കണം, അതുപോലെ തുടക്കത്തിലോ നടുക്കിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് തൽ സവി സവി തു എന്ന് പറയുമ്പോൾ അനുദാത്തം, അനുദാത്തം തു എന്ന് പറയുമ്പോൾ ഹ്രസ്വ വിസർഗം, വരേണ്യം അനുസ്വാരം, ഭർഗ ഹ്രസ്വ വിസർഗം, ദേവസ്യ ഒരു സകാരം, അതായത് സ്യ സി സേ, ധീമഹി ഇത് ഹകാരം, പിന്നെ ഭ ഘ ഭ ചില ഘോഷാക്ഷരങ്ങൾ, ധിയ വിസർഗം, യ ഹ്രസ്വ വിസർഗം, ന ന യ എന്നുള്ളതും ഹ്രസ്വ വിസർഗമാണ്, ന എന്നുള്ളതും ഹ്രസ്വ വിസർഗമാണ്. പക്ഷെ യ എന്ന് പറയുമ്പോൾ ഇന്നെ മലത്തിയിട്ടാണ്, കാരണം ഉദാത്തം. ന എന്നുള്ളത് അനുദാത്തം. പ്രചോദയാൽ, ഇത് പ്രചോദയാൽ എന്നൊരു പദമാണ്. പക്ഷെ പ്ര എന്നും ചോദയാൽ എന്നും രണ്ട് ഭാഗങ്ങൾ കൂടി ചേർത്തതാണ്. അപ്പം അതിൻ്റെ മുദ്ര കാണാം, പ്രചോദയാൽ. അപ്പോൾ ഈ തരത്തിലുള്ള ഹസ്തമുദ്ര സഹിത പദപാഠം, ഋഗ്വേദീയ പദപാഠം കേരളത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പ്രോജക്റ്റിൽ ആദ്യം ചെയ്തത് പ്രോജക്റ്റ് ഈ ആദ്യം മുതൽക്ക് അവസാനം വരെ ഹസ്തമുദ്ര സഹിത പദപാഠം വീഡിയോ ഓഡിയോ ചെയ്യലാണ്. അതൊരു 4-5 കൊല്ലെടുത്തു. അതായത് ഞങ്ങളുടെ കാലത്തൊക്കെ എല്ലാവരും കുറേ ആൾക്കാർ പഠിച്ചിരുന്നു. പിന്നെ അത് കുറഞ്ഞടങ്ങി. അപ്പോൾ ഇത് നശിക്കാതെ ഇരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തു. ഒരു 48 മണിക്കൂറിൻ്റെ വീഡിയോ ഓഡിയോ അതാണ് ആദ്യം ചെയ്തത്. അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇത് വർത്തമാനം പറയാതെ തന്നെ 3-4 മുദ്ര കാണിച്ചാൽ മറ്റാൾക്ക് മനസ്സിലാവും. അത് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് 2014 ആൾ വേൾഡ് വേദിക് കോൺഫറൻസ് ഉണ്ടായത് കോഴിക്കോട്ട് വെച്ചിട്ടാണ്. കോഴിക്കോട്ട് പൊൽപ്പായ വിനോദ് ഭട്ടതിരിപ്പാടിൻ്റെയൊക്കെ ശ്രമഫലമായിട്ട് അത് കോഴിക്കോട് വെച്ച് നടന്നു. അപ്പോൾ അതിന് 100 ചില്ലാനം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതിൽ 70ഓളം ഫോറിനേഴ്സായിരുന്നു. അവരെന്താണെന്ന് വെച്ചാൽ അവരൊന്നും വേദം കേൾക്കാത്തവരാ. ശരിക്കും അധികമൊന്നും കേട്ടിട്ടില്ല. അവർ വേദത്തിനെ പറ്റി ഇങ്ങനെ തീസീസ് ഒക്കെ എഴുതും, അത് എഴുതും, ഇതെഴുതും. പക്ഷെ വേദം എന്ന് കേട്ടിട്ടുള്ള പരിചയമൊന്നുമില്ല അവർ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, വേണിച്ചാൽ അപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ ഞങ്ങൾ 4 പേര് ഇതുപോലെ സ്റ്റേജിലിരുന്നു. ഒരു വേദപണ്ഡിതൻ അവിടെ പിന്നിലിരുന്നു. പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും മന്ത്രം ആ അകലിരിക്കുന്ന ആളോട് പറഞ്ഞു ഏതെങ്കിലും ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തോളൂ. അദ്ദേഹം ഇങ്ങനെ മുദ്ര കാണിക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് പറയാം ഏതായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു. അവർക്ക് ഈ പുരുഷസൂക്തം അറിയാം. അപ്പോൾ സഹസ്രശീർഷ പുരുഷ എന്ന് അയാൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ കാണിച്ചു അതിൻ്റെ മുദ്ര സഹസ്ര ശീർഷ. അത് കേട്ടപ്പോഴേക്കും ഇവിടെ ഉള്ള ഒരാൾ ആദ്യത്തെ മുദ്ര 2 ഇത് കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു സഹസ്ര ശീർഷ പുരുഷ എന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇതേപോലെ ഏത് ഭാഗം കാണിച്ചാൽ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട് ഈ ഹസ്തമുദ്ര സഹിത ഇതിന്. പിന്നെ അതുപോലെ എല്ലാ വേദത്തിനെ പറ്റിയിട്ട് എല്ലാ ആലാപന രീതി അതിൻ്റെ എല്ലാ കാര്യം വിശദീകരിച്ച് അത് ആ 2-3 മണിക്കൂർ അതിനു വേണ്ടി മാത്രമായിരുന്നു.
അതിൻ്റെ രീതി മുഴുവൻ അതുകൊണ്ട് ഞാൻ ഒരു പാടായ വലിയ അഫക്റ്റഡായി അതിനെ പറ്റിയിട്ട് വളരെ ഇൻഫ്ലുവൻസ്ഡായി. ഇവരെ ആദ്യം കേൾക്കുകയാണ് ഇങ്ങനെ വി ആർ സ്പീക്കിംഗ് ഫ്രം യുവർ ഹാർട്ട്സ്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അനവധി ആൾക്കാർ വന്നിട്ട്, കാരണം ഇത് കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതാണ് ഈ ഹസ്തമുദ്രാസഹിത പദപാഠം. പിന്നെ എന്താ പറയാനുള്ളത്? പിന്നെ കടവല്ലൂർ അന്യോന്യത്തിന് വേദ പ്രകൃതി വികൃതി ആലാപനമുണ്ട്. പിന്നെ ഈ ആലാപനം തന്നെ 2-3 തരത്തിലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ പ്രദർശിപ്പിച്ചത് ഈ സിമ്പിൾ സ്വരത്തോട് കൂടി ചിലരാണ്. പിന്നെ ജഡാരഥമൊക്കെ ആകുമ്പോൾ അതൊരു ഗാനരീതിയിലാണ്. അപ്പോൾ കടവല്ലൂരൊക്കെ അന്യോന്യത്തിനൊക്കെ പോയാൽ കേൾക്കാൻ പറ്റുന്നത് കുറച്ചും കൂടി ഒരു ഗാനാത്മകമായിട്ടാണ്. പിന്നെ ഈ സ്വരങ്ങളെ കൊണ്ട് ഋഗ്വേദ സ്വരങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സ്വരത്തിൽ 2 കാര്യങ്ങളാണുള്ളത്. അതിൻ്റെ ഒന്ന്, ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഈ സ്വരത്തോടുകൂടി സാവധാനത്തിൽ അത് ആലപിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ്, അതിൻ്റെ ഒരു ബെനിഫിഷ്യൽ വൈബ്രേറ്ററി അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂടുതൽ എനർജറ്റിക് എഫക്റ്റ് വരുന്നതായിട്ട് അവർ പറയാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി യാതൊരു തിയറിയും പഠിക്കേണ്ട ആവശ്യമില്ല. കേട്ടിട്ടുള്ള കേൾവിയുടെ ഇതാണ്. പിന്നെ സ്വരത്തിൻ്റെ അതിൻ്റെ അക്കാഡമിക്കലായിട്ട് ഈ സ്വരം വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറയില്ല, അതിൻ്റെ നിർമ്മിതിയുടെ വളരെ ടെക്നിക്കൽ പെർഫെക്ഷൻ. ഒരേ വാക്കന്നെ 2 രീതിയിൽ ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മാറണം എന്നുള്ളതിൻ്റെ, അതുകൊണ്ടാണ് ഇപ്പോൾ അന്ത എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ അന്ത എന്ന ആദ്യദാത്തായിട്ടാവാം, അന്ത എന്ന് അന്തോദാത്തായിട്ടാവാം. വാക്ക് അന്ത എന്നാണ്. അപ്പോൾ അന്ത എന്ന ആദ്യം വരുമ്പോൾ അവസാനം എന്നുള്ള അർത്ഥം വരും. അന്ത എന്ന് പറയുമ്പോൾ അന്തർഭാഗത്ത്, ഉള്ളിൽ എന്നുള്ള അർത്ഥം വരും. വേറെ ഉദാഹരണം അപാൽ എന്നുള്ളൊരു പദമുണ്ട്. അപ്പോൾ അപാൽ എന്ന് പറയുമ്പോൾ പാതി പാത പാന്തി, പാനം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആവും. കുടിച്ചു, പാനം ചെയ്തു. നേരെ ഇതേ വാക്ക് തന്നെ, ഇതിപ്പോൾ അപാൽ എന്നാണ്. ഇതേ വാക്ക് തന്നെ അപാൽ എന്ന് പറയുകയെന്ന് വെച്ചാൽ നവിദ്യതയെ പാത് യസ്യ, കാലില്ലാത്തവൻ എന്നുള്ള അർത്ഥമായി. ഒരേ അപാൽ എന്നുള്ള സാധാരണ സംസ്കൃതത്തിൽ ഈ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കണം ഇത് ഏത് അപാൽ എന്നാണ്. ഇവിടെ അത് വേണ്ട ആവശ്യമില്ല. ഈ സ്വരം തന്നെ പറഞ്ഞു തരാണ്. അപാൽ എന്ന് പറയുമ്പോൾ പാനം ചെയ്തു എന്നും, അപാൽ എന്ന് പറയുമ്പോൾ കാലില്ലാത്ത ആളെന്നും. തേ എന്നുള്ളൊരു പദം അല്ലെങ്കിൽ തേ എന്നുള്ള വാക്ക് പഠിക്കും. തേ എന്ന് പറയുമ്പോൾ ഒരർത്ഥം തച്ഛബ്ദത്തിലാവുമ്പോൾ ദേ, അവർ എന്നുള്ള അർത്ഥത്തിലാവും. അപ്പോൾ തേ യുഷ്മശബ്ദത്തിൽ തേ എന്ന് പറഞ്ഞാൽ നിന്റെ നിർത്തണം. അപ്പോൾ തേ അനുദാത്തം. ഇതേപോലെ എല്ലാ പദങ്ങൾക്കും അതിൻ്റെ അർത്ഥത്തിന് എങ്ങനെയാണ് അതിൻ്റെ നിഷ്പത്തിയൊക്കെ അനുസരിച്ച് ഉദാത്തം, അനുദാത്തം, സ്വരിതം, പ്രചയം ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് വളരെ ശാസ്ത്രീയമാണ്. അത് നല്ലോണം വലിയ വ്യാകരണം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചില്ലറക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമല്ല. അപ്പോൾ അതാണ് അതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത്. വളരെ ടെക്നിക്കലി വളരെ ഡീപ്പാണ് എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം ഭാഗവതത്തിലൊക്കെ പറയുന്നത് യഥേന്ദ്രശത്രു സ്വരതോപരാധാൽ. ഈ ഇപ്പം വൃത്രാസത്ത് വരുന്നുള്ളപ്പോൾ ഇന്ദ്രൻ്റെ ശത്രു, ഇന്ദ്രനെ കൊല്ലുന്നവനായിട്ടുള്ള വൃത്രൻ ജനിച്ചു വളർന്നു വരണം എന്നുള്ളതായിരുന്നു ത്വഷ്ടാവിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് വേണമെങ്കിൽ ഇന്ദ്രസ്യ ശത്രു എന്ന് വേണം. ഇന്ദ്രസ്യ ശത്രു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അന്തോദാത്തമാണ് അല്ലേ? ഇന്ദ്രശത്രു എന്ന് വേണം. പക്ഷേ ഇന്ദ്രശത്രു എന്ന് ആദ്യദാത്തായി. അപ്പം എന്താ വെച്ചാൽ ബഹൂരീഹി സമാഹസായി. ഇന്ദ്ര ശത്രു യസ്യ സ ഇന്ദ്രശത്രു. ഇന്ദ്രൻ ആരുടെ ഹന്താവാണോ ആ ആൾ ജനിച്ചു വളർന്ന് വരണം എന്നായി. അപ്പോൾ അയാൾ കൊല്ലപ്പെടാൻ പോവാണ് ഇന്ദ്രശത്രു എന്ന് പറഞ്ഞാൽ. ആ അർത്ഥത്തിൽ ബഹൂരീഹി സമാസായാൽ ഇന്ദ്രശത്രു എന്ന്
തൽപുരുഷ സമാസമായാൽ ഇന്ദ്രനെ കൊല്ലാൻ പോകുന്നവൻ. ഇത് ഈ ചൊല്ലുന്നവന് ആ സ്വരത്തിൻ്റെ കാര്യം വ്യാകരണം അറിയാത്തതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥം വരുന്ന രീതിയിൽ ചൊല്ലി. അതാണ് ഈ വ്യാകരണ പുസ്തകങ്ങളിലൊക്കെ തരുന്ന ഉദാഹരണം. പക്ഷെ ഇത് മാത്രമല്ല, എല്ലാ വാക്കിനും ഇത് സാധനമുണ്ട്. പക്ഷെ അത് ഉദാഹരണത്തിന് അത് പറഞ്ഞു തരുന്നു. അപ്പോൾ അതാണ് സ്വരത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സ്വരത്തിൻ്റെ വ്യാകരണം അറിയാത്തവനാണെങ്കിൽ സ്വരം ചെല്ലാതെ മന്ത്രം എഴുതില്ല മതി. എന്നാൽ പിന്നെ ഈ പ്രശ്നം വരില്ല. സ്വരം അറിയാവുന്നവനായാൽ അതോടുകൂടി ചെല്ലിയാൽ അതിൻ്റെ ഇഫക്റ്റ് കൂടും. പക്ഷെ തെറ്റി ചെല്ലാതിനേക്കാളും നല്ലത് സ്വരം ഇല്ലാതെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ മന്ത്രമൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഉപനയിച്ച് കഴിഞ്ഞാൽ തത്സവിതം അതും സ്വരമൊന്നും ചെല്ലാറില്ല, മന്ത്രമായിട്ട് ഉപയോഗിക്കുള്ളൂ. തത്സവിതം ഭഗവതി അങ്ങനെ ചെല്ലാറുള്ളൂ. തെറ്റിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കും. 2-3 ആൾ അവിടെ ശ്രദ്ധിക്കേണ്ടാവും. സ്വരം തെറ്റിപ്പോയോ, അർത്ഥം തെറ്റിപ്പോയോ, 2-3 ആളുണ്ടാവും. അത്ര നിഷ്കാഴ്ചയായിട്ടാണ്. കാരണം അത് ഫുൾ സ്വരത്തോട് കൂടിയിട്ടാണ് ചെല്ലുക. അങ്ങനെ പല ആസ്പെക്റ്റുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും പോയിന്റുകളെ പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ അതാവാം. ഇതൊരു വേദ അധ്യയനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ പഠിക്കണം വെച്ചാൽ, വേണ്ട പോലെ പഠിക്കണം വെച്ചാൽ ഒരു സംഹിത, പിന്നെ പുരാതന ഈ അധ്യയന രീതിയിൽ സംഹിത ഉപനിഷത്തുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് വെച്ചാൽ ആദ്യം പഠിപ്പിക്കേണ്ടത് ഇത് ബൈഹാർട്ടാക്കേണ്ടത് ഉപനിഷത്തല്ല, അതല്ല, വേദം തന്നെയാണ്. വേദസംഹിതകൾ തന്നെയാണ് ആദ്യം ഒരു പയ്യനായിരിക്കുമ്പോൾ ഇത് പഠിക്കുക. കാരണം അതിന് സ്വരം വേണം, അതിന് ശക്തി കൂടും, അത് തെറ്റാതെ വരണം. അത് ഗ്രന്ഥങ്ങളൊന്നുമില്ലാതെ, ഗ്രന്ഥസഹായമില്ലാതെ സ്വയം പഠിക്കണം എന്നുള്ള രീതിയിൽ അതാണ് ശങ്കരാചാര്യൻ എന്ന് പറയുള്ളൂ, വേദോ നിത്യമധീയതാം. വേദം എപ്പോഴും അഭ്യസിച്ചുകൊണ്ട് ഇരിക്കണം എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അതിലൊക്കെ സംഹിതയെ പറ്റിയിട്ട് തന്നെയാണ് പറയണം. മറ്റൊക്കെ പുസ്തകം നോക്കിയിട്ടോ അല്ലെങ്കിൽ പല രീതിയിലോ അല്ലെങ്കിൽ അതതിൻ്റെ വേണ്ട ആൾക്കാർ പഠിച്ചാൽ മതി. മറ്റേ ഇത് ബൈഹാർട്ടാക്കുന്ന ഹൃദയസ്ഥം എല്ലാവരും, അതിന് അധികാരികൾ അല്ലെങ്കിൽ നിയുക്തരായിട്ടുള്ളവരെ എല്ലാവരും സ്വരത്തോട് കൂടിയിട്ടേ പഠിക്കാറുള്ളൂ. ശരിക്കും അങ്ങനെയാണ് പഠിക്കുക. സംഹിതയാണ് സാധാരണ പഠിക്കുക. അതെ, ഉപനിഷത്താണ് ജ്ഞാനപ്രധാനമായിട്ട് പറയുക. ബ്രാഹ്മണവും ആരണ്യകവും എവിടെയാ പ്രയോഗം? ബ്രാഹ്മണം അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ കേൾക്കാറില്ല. അത് ബ്രാഹ്മണത്തിലെ പല വിഷയങ്ങളും അതിന് മറ്റേ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരും. ഞാൻ അത്ര പക്ഷെ ബ്രാഹ്മണത്തിൽ ഈ യജ്ഞങ്ങളുടെ അതിൻ്റെ നിർവഹണത്തിനെ പറ്റിയിട്ടും അതിലെ അതിനോടനുബന്ധിച്ച പല കഥകളും അതിൻ്റെ തത്വങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആരണ്യകങ്ങളിലും കുറച്ച് ഇതൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് ബൈഹാർട്ടാക്കാൻ പണ്ടൊക്കെ ബൈഹാർട്ടാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ചെല്ലിക്കുക അതാണ് ഈ മഹാവ്രതത്തിലും മറ്റേ മഹാവ്രതത്തിലും പിന്നത്തെ ഇതില്ലേ എന്താണ് ഉപനിഷത്തും വ്രതത്തിൽ ഒന്ന് ചെല്ലിക്കും അത്രേ ഉള്ളൂ. 2 വ്രതങ്ങളുള്ളൂ. അപ്പോൾ അതിൽ 2 വരുന്നുണ്ട്. പക്ഷെ അത് ബൈഹാർട്ടാക്കിക്കൽ ഇല്ല. അത് പിന്നെ സൗകര്യമുള്ളവരോ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം ഉള്ളവരൊക്കെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കൂട്ടിയാണ്. പക്ഷേ ആദ്യം വേദാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇത് മറ്റതാണ് എല്ലാവരും പറയാം. കാരണം അതാണ് കുറച്ചധികം വിഷമം, കുറച്ചധികം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വിഷയം എന്താണെന്ന് ഞാൻ അത്ര മുഴുവൻ ചില വ്യാഖ്യാനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്, അത് മാത്രമേ പക്ഷെ ആരണ്യകവും ഉപനിഷത്തും മിക്സാണ്. വാനപ്രസ്ഥത്തിലൊക്കെ ആവും ചിലപ്പോൾ ആരണ്യകം അത് വരണം. ഇപ്പൊ വാനപ്രസ്ഥാശ്രമം കുറവാണല്ലോ. ഇത് കഴിഞ്ഞാൽ നേരെ സന്യാസാശ്രമത്തിലാണല്ലോ. സന്യാസാശ്രമത്തിലാണ് ഉപനിഷത്തുകൾ. പിന്നെ ഉപനിഷത്തുകളിലെ പല മന്ത്രങ്ങളും ഈ ആരണ്യകത്തിൽ തന്നെ വരണം തന്നെയാണ്.
ഐതരേയ ഞാൻ ആശ്വകായൻ എന്നുള്ളതിലേക്ക് ഐതരേയ ആരണ്യമാണ്. അതിൻ്റെ അവസാന ഭാഗം തന്നെയാണ് ഐതരേയ ഉപനിഷത്ത്. അപ്പോൾ അത് അതിപ്പോൾ അത് പറയാം. ഈ പരോക്ഷവാദത്തിനെ പറ്റിയിട്ട് കൂടുതൽ ഇദ്ദേഹം ഇതിൽ ഓരോരോ യജ്ഞങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അതിൽ അന്തർലീനമായിട്ടുള്ളത് ആധ്യാത്മികമാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നുമെങ്കിലും എന്താണ് അതിന് പ്രൂഫൊന്നും കിട്ടില്ല. പക്ഷെ അതിനെപ്പറ്റി ചിന്തിച്ച് അത് ആണ് എന്നുള്ളത് ആധുനിക കാലത്ത് മറ്റത് തെളിയിപ്പിച്ചു തന്നത് ഈ അരവിന്ദ മഹർഷിയാണ്. അപ്പം അദ്ദേഹം ഒരു 18 കൊല്ലം വേദങ്ങൾ ഋഗ്വേദത്തിൽ മുഴുവൻ പഠിച്ചു വായിച്ചു. അതിൻ്റെ സാഹചര്യവും അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ താല്പര്യം വന്നപ്പോൾ ഈ ആധ്യാത്മിക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗീത, ഉപനിഷത്ത്, പിന്നെ ബ്രഹ്മസൂത്രം ഉണ്ടോ എന്ന് അറിയില്ല, ഓർമ്മയില്ല. അദ്ദേഹം അതിലൊക്കെയാണുള്ളത്. അത് വേദത്തിലൊന്നും അങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അതിലാകെ കൂടി ഒരു ഉപയോഗം വേദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയണ്ട, എനിക്ക് വേദത്തെ പറ്റിയിട്ടുള്ള വേദസംഹിത അർത്ഥം. വേദസംഹിത എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യന്മാരൊക്കെ പറയണ പോലെ ആര്യന്മാരുടെ ഒരു ജീവിത രീതിക്ക് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ്. അന്ന് അവരെന്തൊക്കെ രീതിയിലാണ് ജീവിച്ചേർന്നത് എന്നല്ലാതെ ഈ ഒരു ആധ്യാത്മിക ഒരു പോയിന്റൊന്നും അതിന് കിട്ടാനില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷെ ആക്സിഡൻ്റലി ഒരു വിചാരിക്കാത്ത ഒരു രീതിയിലാണ് അദ്ദേഹം ഇതിലേക്ക് പുറപ്പെട്ടത്. പഠിക്കാൻ തുടങ്ങിയത് 2 കാര്യങ്ങളാണ്. അദ്ദേഹം പോണ്ടിച്ചേരിയിൽ വന്നപ്പോൾ ആര്യ, ദ്രാവിഡ ഇവരുടെ ഭാഷകളൊക്കെ വളരെ വ്യത്യസ്തമാണ്, യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് പൊതുവെ. പക്ഷെ ഇവിടെ വന്നിട്ട് പോണ്ടിച്ചേരിയിൽ വന്നിട്ട് അവിടെ തമിഴാണല്ലോ, അവിടെ അങ്ങനെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം വലിയ ലിംഗ്വിസ്റ്റിക്കാണ്, ഭയങ്കര ഭാഷയെ പറ്റി കൂലങ്കഷായിട്ടുള്ള താല്പര്യവും പഠിപ്പുള്ള ആളാണ്. അപ്പോൾ അതല്ലല്ലോ ഈ തമിഴും സംസ്കൃതവുമായിട്ട് ബന്ധമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ ആ പോയിന്റിനെ പറ്റി അദ്ദേഹം അവിടെ പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിഷയം ഈസ് ദി സീക്രട്ട് ഓഫ് ദ വേദ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പം അതിൽ ആ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് വേദത്തിലേക്ക് പഴയതാണല്ലോ വേദം ഒന്ന് നോക്കണം താല്പര്യം വന്നു. അപ്പം 2ാമത്തെ കാര്യമാണ് പ്രധാനം. അതായത് അദ്ദേഹം ഈ ധ്യാനം ഒക്കെ ചെയ്യുമ്പോൾ ചില സംസ്കൃത വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഒരു റിവലേഷൻ പോലെ അദ്ദേഹത്തിന് കിട്ടുകയാണ്. അപ്പം അത് ചില ഈ ബോധത്തിൻ്റെ ചില അവസ്ഥകളെ പറ്റിയിട്ടുള്ള ചില വാക്കുകളാണ്. അത് പറയണ്ട ഭാരതി, ഇള, ഭാരതി, സരസ്വതി, സരമ, അങ്ങനെ അതൊക്കെ ഉണ്ടായി പെടുന്നുണ്ട്. പിന്നെയും വേറെ ചില വാക്കുകളുണ്ട്. പിന്നെ ഇത് നോക്കിയപ്പോൾ ഇതേ വാക്കുകൾ ഈ ഋഗ്വേദത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു താല്പര്യം വന്നു, ഇതെങ്ങനെയാണ് എനിക്ക് ഈ ധ്യാനത്തിൽ കിട്ടിയ വാക്കുകൾ എങ്ങനെ വേദത്തിൽ വന്നത്. അപ്പോൾ അത് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഇത് മുഴുവൻ ഒരു സീക്രട്ട്, എന്താ പറയുക, അപരോക്ഷം തന്നെ, അപരോക്ഷമായിട്ടുള്ളൊരു ഭാഷയാണ്. ഇതിലൊക്കെ പറയുന്നത് ആത്മീയ കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല, ഈ ഉപനിഷത്തുകളിലെ ഏതൊരു ഭാഗത്ത് ഉപനിഷത്തുകളിലെ ചില മനസ്സിലാവാത്ത ഭാഗം ഈ വേദം വായിച്ചപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ ഉപനിഷത്തുകളിലെ ഭാഷ കുറച്ചും കൂടി ഡൈല്യൂട്ട് ചെയ്തതാണ്. പിന്നെ വേദത്തിലെ ഭാഷ കുറച്ചും കൂടി ഉയർന്ന തരത്തിലാണ്. അത് എല്ലാവർക്കും മനസ്സിലാവില്ല. അത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കാര്യം. ഇതിലും ഈ മറ്റു പലരും ധരിച്ച പോലെ കുറേ യാഗങ്ങളെ പറ്റി പറയാനുള്ളത് മാത്രമല്ല, ഇതിലാണ് ഇതിലും പല വേറെ ഇതിലുണ്ടല്ലോ. തിലേഷു തിലവദ് വേദോ വേദാന്ത സുപ്രതിഷ്ഠിത എന്ന് എവിടെയോ വേറെ എന്തെങ്കിലും പറയുന്നുണ്ട്. എള്ളിലെ എള്ളെണ്ണ കിടക്കണ പോലെ ഈ വേദാന്തം വേദത്തിൽ അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് ഏതൊരു ശ്ലോകത്തിൽ പറയും. തിലേഷു തിലവദ് വേദോ തിലേഷു തിലവദ് വേദേ വേദാന്ത സുപ്രതിഷ്ഠിത. അപ്പം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ അതിൽ വേദാന്തമുണ്ട്. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ ഇത് കുറേ യാഗത്തിനെ പറ്റിയിട്ടും കർമ്മങ്ങളെ പറ്റിയും പറയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതന്നെ ഇദ്ദേഹം പറയണത്, ഈ അരവിന്ദ് ഘോഷ് പറയണത് ഈ വേദാന്തം അഭിനയിച്ച് കാണിക്കലാണ്
ഈ യജ്ഞയാഗങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. എങ്ങനെയാണെന്നത് ആലോചിച്ചുണ്ടാക്കേണ്ടതാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി നിങ്ങൾക്ക് ആലോചിച്ചുണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലെ കുറേ സൂക്തങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. ആ രീതിയിൽ ഓരോരോ വാക്കുകളുടെ ഗൗ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വെറും പശു എന്നുള്ള അർത്ഥമല്ല, അതിന് രശ്മികളെന്നും അതായ സന്ദർഭത്തിനനുസരിച്ച് വേറെ പല അർത്ഥത്തിലും വ്യാഖ്യാനിക്കാവുന്നതാണ്. അത് കേമായിട്ടുള്ളൊരു പുസ്തകമാണ്, വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ളതാണ്. നല്ല പക്ഷെ ആ വാക്കിൻ്റെ ശക്തി ശരിക്കും പറഞ്ഞാൽ അതന്നെ ഒരു വേറൊരു വേദം പോലെ എന്ന് പറയാം. ഈ ദ സീക്രട്ട് ഓഫ് ദ വേദ മുഴുവൻ മനസ്സിലാവില്ലെങ്കിലും അതൊരു വേദം എന്ന് പറഞ്ഞ പോലെ നോക്കാം. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ എനിക്ക് മനസ്സിലായുള്ള കാര്യത്തിൽ ഞാൻ എന്താ ഓപ്പൺ ദി സീക്രട്ട് ഓഫ് ദ വേദ ബട്ട് അലാസ് ഐ ഡോണ്ട് നോ ഹു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പം അതാണ്. അപ്പം നമുക്ക് നമ്മൾ ഈ വേദമന്ത്രങ്ങൾ ചെല്ലുമ്പോൾ ഇത് തനി യജ്ഞത്തിനെ പറ്റി പറയുന്ന സാധനം എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ സംതിങ് ഡീപ്പർ ഈസ് കണ്ടൈൻഡ് എന്നൊരു ഫീലിംഗ് വരും. എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കിയുള്ള പുസ്തകമാണ് ഇത്. അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് 18 കൊല്ലം ആദ്യം ഇതൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ പഠിച്ചിറങ്ങിയപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഒക്കെ ക്രോഡീകരിച്ചിട്ട് ഓൺ ദ വേദാണ് അദ്ദേഹം ഓരോരോ ഇത് എന്താ അദ്ദേഹത്തിൻ്റെ ഒരു വീക്കിലി മാഗസിനൊക്കെ ഉണ്ട്. അതൊക്കെ കളക്ട് ചെയ്തിട്ട് പിന്നെ ദി സീക്രട്ട് ഓഫ് ദ വേദ എന്ന് പറഞ്ഞിട്ട് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു ഒരു മലയാളത്തിലും അതിൻ്റെ വിവർത്തനം വന്നുകൊണ്ടാണ്, ഞാൻ കണ്ടിട്ടില്ല. സമയമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ആസ്പെക്റ്റ് പറയാനുണ്ടാവും. അതൊന്നിട്ട് സമയത്തിനനുസരിച്ച് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയമാണല്ലോ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാവുന്ന കാര്യം മനുഷ്യാണോ സഹസ്ര ബസ്റ്റിലൊക്കെ ഉണ്ടാവുള്ളൂ ഈ വിഷയത്തെ പറ്റി. കാരണം മനസ്സിലാവാൻ വിഷമമാണ്. എന്നാലും അറിഞ്ഞ കാര്യങ്ങൾ ധാരണയുള്ള ചില പോയിന്റുകൾ പറയാൻ തന്ന ചാൻസ് അവസരം തന്ന മധുസൂദനേട്ടനും അദ്ദേഹത്തിന് ഞാൻ പണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയുടെ ഉപനയനത്തിന് അവിടെ പോയിട്ട് അന്നുമുള്ള പരിചയം വന്നിട്ടുണ്ട് അല്ലേ. എന്താ പേര്? വൈഷ്ണവ്. വൈഷ്ണവ്. അതെ. അത് കേട്ടോ പഠിക്കാൻ സന്ധ്യാവന്തനമൊക്കെ പഠിക്കാനുള്ള ഇത് അവിടെ കണ്ണോക്കി പഠിക്കുക, ഗായത്രിയൊക്കെ ജപിക്കുക ദിവസേന. അങ്ങനെയാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇവിടെയായിട്ടും അദ്ദേഹത്തിന് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ ഇനിയും ഉത്തരോത്തരം വിജയം ആവട്ടെ. ഇതേപോലെ എപ്പോഴെങ്കിലും സന്ദർഭം വരികയാണെങ്കിൽ ഇനിയും നമുക്ക് കൂടാം. എല്ലാവർക്കും നമസ്കാരം.